പരിശുദ്ധാത്മാവ് നിറയുന്ന സമയമാണ്. ഈ സമയത്ത് ആന്തരിക ബോധ്യവും ആന്തരിക ശക്തിയും രോഗസൗഖ്യവും ലഭിക്കേണ്ട സമയമാണ്. അതിശക്തമായി വിശ്വാസത്തോടെ എല്ലാം മറന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്പർശിക്കണമേ കർത്താവേ. മാരക രോഗങ്ങളെ, തീരാവ്യാധികളെ ഈശോയുടെ നാമത്തിൽ സൗഖ്യം സ്പർശിക്കണമേ കർത്താവേ. വിശുദ്ധ രഥത്താൽ തളിക്കണമേ കർത്താവേ. അസ്ഥിബന്ധങ്ങള്, മാംസപേശികള് കർത്താവിൻ്റെ നാമത്തില്, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയം തകർന്നവരെ സ്പർശിക്കണമേ കർത്താവേ. മനസ്സ് നുറുങ്ങിയവരെ സ്പർശിക്കണമേ കർത്താവേ. ഈശോ, കൊടിയ മദ്യപാനികള്, മനോരോഗികള്, പക്ഷരോഗികൾ, മനോരോഗികള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ശക്തി. തളരരുതേ മനമേ, ആകുലമോ വരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടും. പാടുക. തളരരുതേ മനമേ, ആകുലമോ വരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തളരരുതേ മനമേ, ആകുലമോ വരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ വരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ യേശുവേ. ഹല്ലേലൂയ 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 ജീവിക്കുന്നവനായ ദൈവമേ, ക്രൂശിക്കപ്പെട്ട ദൈവമേ, തിരുവിലാവിൽ മുറിവേറ്റ ദൈവമേ, ഈശോ, 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 ക്രൂശിതനായ ദൈവമേ, തിരുവിലാവിൽ മുറിവേറ്റ ദൈവമേ, ഈശോ, 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 പാപങ്ങൾക്ക് പരിഹാരമായ ദൈവമേ, ദൈവമേ,
കരചരണങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവിൻ്റെ വചനം കേൾക്കുന്നതിന് മുമ്പ് അനേകം സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ജീവിതം വളരെ തകർന്ന് തവിട് പൊടിയായിപ്പോയ മനുഷ്യരെ ആ പൊടിയിൽ നിന്ന് കർത്താവ് മനുഷ്യനെ നിശ്വാസങ്ങളിലേക്ക് നാസ്തികളിലേക്ക് നിശ്വസിച്ച് കർത്താവ് മനുഷ്യനെ ജനിപ്പിച്ചതുപോലെയാണ് തകർന്നുപോയ കുടുംബങ്ങളെ കർത്താവ്, ജീവിതങ്ങളെ കർത്താവ് വീണ്ടും ജീവൻ കൊടുത്തു കൊണ്ടുവന്നത്. നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടതാണ്. അതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം. അതുപോലെ ഇവിടെയുള്ള എല്ലാവരെയും, ഒരു കുഞ്ഞിനെ ഒഴികെ എല്ലാവരെയും കർത്താവ്, നിങ്ങളാരും ഇത് എന്തിരിക്കണേ? ഇരിക്കാൻ നേരത്ത് പറയാം. എഴുന്നേറ്റ്. ആരാധന സമയത്ത് ഇരിക്കരുത്. ആരാധന തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് അച്ഛൻ പറയാം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഹല്ലേലൂയ. നന്ദി പറയുന്ന ദൈവമേ, സ്വർഗ്ഗം തുറന്ന് അനുഗ്രഹം വർഷിക്കുന്ന ദൈവമേ, നന്ദി കർത്താവേ. ജീവിക്കുന്ന കർത്താവേ, ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ, അനുഗ്രഹ പെരുമഴ ചെയ്യുന്ന ഈശോയെ നന്ദി കർത്താവേ. നന്ദി 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 ദൈവമേ. ഹല്ലേലൂയ 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 യേശുവേ കർത്താവേ, സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പം ഈശോ ജീവനോട് എഴുന്നള്ളിയിരിക്കുന്ന സമയം, അമ്മ ജീവനോടെ മധ്യസ്ഥം വഹിക്കുന്ന സമയം, നമ്മൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളെല്ലാം, അത് മാത്രമല്ലല്ലോ, ഈ മണ്ണി കാലുകുത്തി പ്രാർത്ഥിച്ചവരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? ഉടമ്പടി ചെയ്യാൻ സമയം കിട്ടില്ല, ആദ്യമായി വരണവരാണ്. അങ്ങനെയുള്ളവരെയും അമ്മ സഹായിച്ച സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാര്യം അസ്ഥി രോഗികൾ, ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, ഉറക്കമില്ലാത്തവർ, വിസർപ്പ രോഗികൾ, ഇങ്ങനെ ഒരു രോമമെങ്കിലും പൊഴിഞ്ഞാൽ എന്തൊരു വേദനയാണ് മനുഷ്യന്. അതുകൊണ്ടാണ് നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത്. മനുഷ്യനൊക്കെ സമാധാനത്തിൽ ജീവിക്കണം. ടെൻഷൻ പിടിച്ച് ജീവിക്കുന്നവർ ആ ജീവിതം തന്നെ ഇല്ലാണ്ടാകും. അതുകൊണ്ടാണ് അമ്മയുടെ ദിവസം കാലേക്കെട്ട് വീണ് അമ്മയോ ഈശോയോട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കാൻ. പക്ഷെ നിങ്ങൾ ഈ മണ്ണിൽ വരുമ്പോൾ ഒരു തീരുമാനം എടുക്കണം. എന്താ? ഈശോ ഞങ്ങളെ സ്പർശിക്കും, ഞങ്ങളെ ഈശോയുടെ അരൂപിയിൽ ജീവിക്കും. ഒന്ന് പറഞ്ഞ്, ഞങ്ങളെ ഈശോയുടെ അരൂപിയിൽ ജീവിക്കാം. കർത്താവിൻ്റെ വേദസാക്ഷിയായി ജീവിക്കാം. കർത്താവേ, മാരക രോഗികളെ, മനസ്സ് പൊടിഞ്ഞു പോണവരെ, ചികിത്സിക്കാൻ വേണ്ടി പോലും കാൽക്കാശില്ലാത്തവരെ, എന്തിനു ജീവിക്കണമെന്ന് ആകുലപ്പെടുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമേ. അസ്ഥി രോഗികളെ സ്പർശിക്കണമേ, ത്വക്ക് രോഗികളെ സ്പർശിക്കണമേ, കരൾ രോഗികളെ സ്പർശിക്കണമേ, കിഡ്നി രോഗികളെ സ്പർശിക്കണമേ, ഹൃദയ രോഗികളെ സ്പർശിക്കണമേ, മനോരോഗികളെ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള്, തീരവ്യാധികള് മാറിപ്പോകട്ടെ. ഈ നിമിഷം മാറിപ്പോകട്ടെ. വലിയ വിശ്വാസത്തോടുകൂടി രോഗസൗഖ്യം നടക്കുന്ന നിമിഷത്തിൽ സ്തുതിക്കട്ടെ കർത്താവേ. സന്തോഷത്തോടെ ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ എന്തിനാ വിശുദ്ധന്മാരെ പഠിക്കണത്? കത്തോലിക്ക സഭ ഏറ്റവും വലിയ നിധി എന്താ? വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാണ്. മഹാവിശുദ്ധന്മാർ, ലോകം ഇന്നുവരെ കാണാത്ത അതിവിശുദ്ധന്മാരെ പെറ്റ സഭയാണിത്. അപ്പം അതിലൊരാളാണ് ഇന്നലത്തെ വിശുദ്ധൻ. ഇന്നലെ ആരുടെ തിരുനാളാ? പ്രൈസ് ദി ലോർഡ്. സെയിൻറ്റ് സ്റ്റീഫൻ എസ്തപ്പാനോസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സെയിൻറ്റാണ് എസ്തപ്പാനോസ്, സെയിൻറ്റ് സ്റ്റീഫൻ.
സെയിൻറ്റ് സ്റ്റീഫൻ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രത്യേകതയുണ്ട്. അത് എന്നെ സ്പർശിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. അതായത് ഈ മനുഷ്യൻ ആദിമസഭയിലെ വലിയ സുവിശേഷ പ്രവർത്തകനായിരുന്നു. സുവിശേഷ പ്രവർത്തകൻ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ശ്വാസങ്ങളിലെല്ലാം സുവിശേഷമാണ്. ശ്വാസങ്ങളിൽ, അതായത് ഒരു ശ്വാസം പുറത്തേക്ക് പോയാൽ യേശുവേ എന്ന് വിളിക്കും. യേശുവിൻ്റെ മനോഭാവം പൗലോസ് അപ്പോസ്തലൻ പറയവേ, യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന്. ബൈബിളിലെ ഏറ്റവും ശക്തമായ നിർദ്ദേശങ്ങൾ ഒന്നിതാണ്. ഒന്ന് പറഞ്ഞേ, യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ. ഇപ്പം നമുക്ക് ഉണ്ടാവേണ്ടത് എന്താണ്? ഫിലിപ്പിയ ലേഖനമാണ് 2:6. ഫിലിപ്പിയ 2:6 പൗലോസ് അപ്പോസ്തലൻ ഇത് വെച്ച് വലിയ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയ ആളാണ്. ഞാൻ പൗലോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ആദ്യം ചിന്തിക്കുന്നത് സ്റ്റീഫനെ കുറിച്ചാണ്. കാരണം സ്റ്റീഫനെ കൊന്നത് പൗലോസാണ്. അന്ന് പൗലോസ് അല്ലായിരുന്നു, ആളിൻ്റെ പേരെന്തായിരുന്നു? സാവൂൾ. അപ്പോൾ ബൈബിള് വളരെ ശക്തമായി പറയും, സ്റ്റീഫനെ കൊല്ലുന്നതിന് മുമ്പ് സ്റ്റീഫൻ്റെ വസ്ത്രം അവർ ഉരിഞ്ഞെടുക്കും. എന്നിട്ട് ആരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണത്? സാവൂളിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. സാവൂൾ ഈ വധത്തെ ന്യായീകരിച്ചെന്ന്. സുവിശേഷ പ്രവർത്തകരുടെ എന്നെ കൊല്ലണത് ന്യായീകരിച്ച ആളാണ് സാവൂൾ. അതാണ് ബൈബിള് നൽകുന്ന ഭയങ്കര വിചിത്രമായൊരു സൂചന. സാവൂൾ ഈ വധത്തെ ന്യായീകരിച്ചു എന്ന് പറയുന്നിടത്ത് സ്റ്റീഫൻ്റെ മരണം ബൈബിൾ റിപ്പോർട്ട് ചെയ്യും. സ്റ്റീഫൻ്റെ മരണം എങ്ങനെയായിരുന്നു? ഇപ്പോൾ കർത്താവിൻ്റെ ഈശോമിശിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞ് ലൂക്ക പറയത്തില്ലേ? അതുപോലെ സ്റ്റീഫൻ്റെ മരണം ഇപ്രകാരമായിരുന്നുവെന്ന് ലൂക്ക പറയും. രണ്ടും ലൂക്കായാണ് പറയണത്. ലൂക്കായുടെ സുവിശേഷത്തിലെ ഈശോൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. ഈ ലൂക്ക തന്നെയാണ് നടപടി പുസ്തകം എഴുതിയിരിക്കുന്നത്. അവിടെ തുടങ്ങണം എങ്ങനെ? അത് ഒരു സഭയുടെ മുന്നേറ്റം തുടങ്ങണത് Praise the Lord. Praise the Lord. ഇരിക്കും മക്കളെ, സമാധാനത്തിൽ ഇരിക്കുക. ഇരുന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുക. പിശാച് ഇങ്ങനെ പല പരിപാടികളും കാണിക്കുക. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം സ്റ്റീഫൻ വചനം പ്രഘോഷിക്കുകയും വചനം പ്രചരിപ്പിക്കുകയും രോഗികളെ സുഖമാക്കുകയും ചെയ്തപ്പോൾ കുറേ ആൾക്കാർക്ക് സ്റ്റീഫനോട് വൈരാഗ്യം തോന്നി. ശത്രുക്കൾ അദ്ദേഹത്തിനെ പൊതുനിരത്തിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്തത്. പക്ഷെ സ്റ്റീഫൻ്റെ വസ്ത്രം ഊരി എടുത്തിട്ട് സ്റ്റീഫനെ കല്ലെറിയുമ്പോൾ പടപടാന്ന് ഈ കല്ല് വന്ന് സ്റ്റീഫൻ്റെ തലയിൽ വീഴുന്ന തലച്ചോറൊക്കെ പൊട്ടണുള്ള സമയം. അപ്പോൾ സ്റ്റീഫൻ്റെ മനോഭാവം ബൈബിൾ പറയും. എന്താ? സ്റ്റീഫൻ മുകളിലേക്ക് നോക്കിയെന്ന. സൈഡിൽ നിന്നല്ലേ കല്ല് വരണത് അല്ലേ? ഇപ്പം നടപടി പുസ്തകത്തിൽ അതിരസകരമായ ഒരു പ്രതിപാദ്യമാണ്. നടപടി 7:55 എസ്തപ്പാൻ മുകളിലേക്ക് നോക്കി. എപ്പോഴാണ്? താൻ രക്തസാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കല്ലുകൾ വന്ന് വീണ് തൻ്റെ തല പൊട്ടിച്ച് നെഞ്ച് പൊട്ടിച്ചുകൊണ്ട് ഭയങ്കര കൊടിയ വേദന അനുഭവിക്കുന്ന സമയത്ത് അവൻ മുകളിലേക്ക് നോക്കി. ഇതിലെന്താണ്
ഇപ്പോൾ വചനം പറയണത്, അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ പിതാവായ ദൈവത്തെ കണ്ടു. അപ്പം നമ്മുടെ ചുറ്റും പ്രശ്നങ്ങൾ കൂടി വരുമ്പോൾ നമ്മൾ എങ്ങോട്ട് നോക്കണമെന്നാണ് ബൈബിൾ പറയണത്? മുകളിലേക്ക് നോക്കണം. ഇപ്പം കടമായാലും ഇപ്പം സാക്ഷ്യം പറഞ്ഞ ആൾക്കാരല്ലേ എങ്ങനെ നോക്കുക? മുകളിലേക്ക് നോക്കിയ ആൾക്കാരാണല്ലേ. അതെപ്പോഴും ശ്രദ്ധിക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. എന്താ പ്രാർത്ഥന? കർത്താവേ, ഈ അപരാധം അവരുടെ മേൽ ചുമത്തരുതേ. അതാര് പ്രാർത്ഥിച്ചതാ? കുരിശ് കിടന്ന് ഈശോ പ്രാർത്ഥിച്ചതാ അല്ലേ? ക്ലേശങ്ങളുടെ കാലങ്ങളിൽ ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ അപരാധങ്ങൾ കാര്യം അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. ക്ലേശകാലങ്ങളിൽ ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന എന്താ? ക്ഷമയുടെ പ്രാർത്ഥനയാണ്. ക്ലേശകാലങ്ങളിൽ നമുക്ക് ജോലിയില്ല, അവന് കടമാണ്, രോഗമാണെന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉടമ്പടിയിലുള്ള അരമണിക്കൂർ വചനം വായിക്കാനില്ലേ? എഴുതിയിട്ടില്ലേ? അല്ലേ? അരമണിക്കൂർ വചനം വായിക്കണേ. അരമണിക്കൂർ എന്ന് പറയുമ്പോൾ 30 വചനം എടുത്തിട്ട് 5 മിനിറ്റ് വായിക്കും, പിന്നെ 5 മിനിറ്റ് ഉച്ച കഴിഞ്ഞ് വായിക്കും. അത് ആ വചനം തന്നെ വൈകുന്നേരം വായിക്കും. അങ്ങനെ ഒരു വചനം തന്നെ വായിക്കേണ്ടത്. അല്ല, നിങ്ങൾ പത്രം പോലെ വായിച്ചു പോകരുത്. ഒരു 30 വചനം എടുക്കുക, എന്നിട്ട് 5 മിനിറ്റ് കൂടുമ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഒറ്റ സ്ട്രെച്ചിന് നിങ്ങളിപ്പോൾ വായിക്കണമെങ്കിൽ എന്താ പറയുക? ഒറ്റ സ്ട്രെച്ചിന് ഒറ്റയടിക്ക് ഇങ്ങനെ വായിക്കണം. അങ്ങനെ അത് പത്രം വായിക്കണതാണ്, വചനം വായിക്കണമല്ല. വചനം വായിക്കുമ്പോൾ വചനം മാംസമാകാനുള്ള സമയം കൊടുക്കും നമ്മൾ. വചനം എല്ലാം ഇപ്പം അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് എന്താ പറയണത്? കർത്താവ് നിന്നോട് അരുളിച്ചെയ്ത കാര്യങ്ങൾ 2:45 നിറവേറുമെന്ന്, യൂക്കായുടെ സുവിശേഷം നിറവേറുമെന്ന് വിശ്വസിച്ച നീ. അപ്പോൾ വചനമെല്ലാം എന്തിനുള്ളതാണ്? നിറവേറാനുള്ളതാണ്. അപ്പോൾ ഒരു വചനമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നിറവേറും. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, വചനം എൻ്റെ ജീവിതത്തിൽ നിറവേറാൻ എന്നെ വചനത്തിൻ്റെ, വേദത്തിൻ്റെ സാക്ഷിയാക്കണേ. എനിക്ക് വചനം ജീവിക്കാനുള്ള കൃപ തരണമേ. നിങ്ങളുടെ കാര്യത്തെ ഓർത്താണ് ഉടമ്പടി ചെയ്ത് സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നത്. അത് ക്രിസ്ത്യൻ പ്രെയർ അല്ല. ശരിക്കും ക്രിസ്ത്യൻ പ്രെയർ ആയിരുന്നെന്നുണ്ടെങ്കിൽ ആ സ്റ്റീഫൻ ചെയ്യുന്നതാണ് ക്രിസ്ത്യൻ പ്രെയർ. എന്താണ്? പിതാവേ, ഈ തെറ്റുകൾ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാതെ ഈ കല്ലറി നിർത്തണമെന്നാണ് പ്രാർത്ഥിക്കണത്. അതാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണത്. കർത്താവ്, ഞാൻ വചനമാണല്ലോ പ്രഘോഷിച്ചത്, നിനക്ക് വേണ്ടിയല്ലേ ജീവിച്ചത്, എന്നിട്ട് നാട്ടുകാരെന്നെ കല്ലെറിയണമല്ല, അവിടെ കല്ലെറി ഒന്ന് കുറക്കണേ എന്നാണ് പ്രാർത്ഥിക്കണേ. അല്ല, മറിച്ച് ക്രിസ്ത്യൻ പ്രെയർ എന്ന് പറയണത് മറ്റു വ്യക്തികളെ ആണ് ടാർഗറ്റ് ചെയ്യണത്. എന്താണ്? കർത്താവേ, അവരോട് ക്ഷമിക്കണമേ. ക്ഷമയെന്ന് പറയുമ്പോൾ അവർക്ക് അതിനകത്ത് സ്നേഹമുണ്ട്, സഹനമുണ്ട്. സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമ എന്ന് പറയണത്, ഇല്ലേ? ഇത് നമ്മൾ ഫിലിപ്പിയർ ഇപ്പോൾ ഈ നടപടി 7:55 ഫിലിപ്പിയർ 2:6 ബന്ധമുണ്ട്. എന്താണ്? യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ. ഈ സ്വർഗം തുറപ്പിക്കണേനൊക്കെ ഉള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്തിനുള്ളതാണ്? സ്വർഗം തുറപ്പിക്കാനുള്ളതാണ്. സ്വർഗം നമ്മളെന്തിനാണ് ഉടമ്പടി ചെയ്യണം? സ്വർഗം തുറപ്പിക്കാനല്ലേ? അല്ലേ? സ്വർഗം തുറപ്പിക്കണമെങ്കിൽ സ്വർഗം തുറപ്പിക്കണ ടെക്നിക്കുണ്ട്, വചന വെളിപ്പെടുത്തുന്ന രീതികളുണ്ട്. സ്റ്റീഫൻ സ്വർഗം തുറപ്പിച്ച ആളാണ്, പ്രാർത്ഥിച്ച് സ്വർഗം തുറപ്പിച്ചതാ. എങ്ങനെ തുറപ്പിച്ചത്? ക്ഷമ കൊടുത്താണ് തുറപ്പിച്ചത്. കർത്താവെ, അവരോട് ക്ഷമിക്കണമേ. അതിൻ്റെ അർത്ഥം എന്താണ്? ക്ഷമയിൽ എന്തെല്ലാം ഉണ്ട്? സഹനമുണ്ട്, സ്നേഹവും. സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമ എന്ന് പറയണത്. സഹിക്കുന്ന സ്നേഹം. ഈ സഹിക്കുന്ന സ്നേഹം തന്നെയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ മനോഭാവം. സഹിക്കുന്ന സ്നേഹം തന്നെ. അതായത് നിങ്ങൾക്ക് സഹനം കൂടി വരുമ്പോൾ ആ സഹനത്തെക്കാളുപരി സ്നേഹം വർദ്ധിപ്പിക്കണം. ഇപ്പം നാത്തൂനായാലും ശരി, അയൽവാസി ആയാലും ശരി, ആരെങ്കിലും ഇപ്പോൾ ഓഫീസിലായാലും ശരി, ഇപ്പം നിങ്ങൾ വാദ്യരാണെങ്കിലും ശരി, നിങ്ങൾ ഓഫീസറാണെങ്കിലും ശരി,
എവിടുന്നെങ്കിലും സഹനം കൂടി വരുമ്പോൾ എന്തുണ്ടാകണം? ഇപ്പോൾ 2:6 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? യേശുക്രിസ്തുവിൻ്റെ മനോഭാവം ഉണ്ടാവണം. യേശുക്രിസ്തുവിൻ്റെ മനോഭാവം എന്താണ്? സഹനത്തെ സ്നേഹം കൊണ്ട് ജയിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, സഹനത്തെ ഈശോനെ പോലെ എസ്തപ്പാനെ പോലെ സ്നേഹം കൊണ്ട് ജയിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. അങ്ങനെ ചെയ്തപ്പോഴാണ് ഈ സ്വർഗം തുറക്കണത്. കാര്യം സ്വർഗം തുറക്കാൻ കാര്യം, സ്വർഗം തുറന്നിരുന്നാലും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. കാര്യം നമ്മൾ സ്വർഗം അവിടെ തുറന്നിരിക്കുകയും ചെയ്യും, നമ്മൾ താഴോട്ട് നോക്കിക്കൊണ്ടിരുന്ന എന്താ അവസ്ഥ? അപ്പോൾ പരിശുദ്ധാത്മാവ് പറയും, എസ്തപ്പാനെ മേലോട്ട് നോക്കാൻ പറയും. സ്വർഗം തുറക്കണമെന്ന് നീ കാണണ്ടേ? സ്വർഗം തുറന്നാൽ മാത്രം പറയും, നീ കാണണ്ടേ അത് ഇല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്നും പറയും മേലോട്ട് നോക്കാൻ പറയും. അപ്പോൾ എസ്തപ്പായ മേലോട്ട് നോക്കും. അപ്പോൾ എന്താ സംഭവം? അപ്പോൾ സ്വർഗം തുറന്നിരുന്നേ കാണും. നമുക്ക് സ്വർഗത്തെ തുറക്കണതിന് ഒരു കുഴപ്പവുമില്ല. സുവിശേഷം 100,000 മാർഗങ്ങൾ എങ്ങനെയാണ് സ്വർഗം തുറക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. സ്വർഗം തുറപ്പിക്കാൻ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ രീതികളാണ് അച്ഛനിലൂടെ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്താ പറയണത്? സഹനം കൂടുമ്പോൾ സഹനത്തെ അതിജീവിച്ചുകൊണ്ട് സ്നേഹം കൂടണം. അപ്പോഴെന്തുണ്ടാകും? ക്ഷമയുണ്ടാകും. ക്ഷമയുണ്ടാകും. ഇത് ക്ഷമ എന്നൊക്കെ പറയുമ്പോൾ എന്താ പ്രശ്നം? ഇതെല്ലാം മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങളാണ്. ഇപ്പം നമ്മുടെ 3:11 ലൂക്കായുടെ സുവിശേഷം, യോഹന്നാൻ മാന്താൻ എന്താ പറയണത്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായി എബ്രാഹാം ഉണ്ടെന്ന് ആരും കരുതണ്ട. എന്തെല്ലാം വിശ്വാസ പാരമ്പര്യങ്ങളുണ്ടായാലും ദൈവം ആഗ്രഹിക്കണത് എന്താണ്? നിൻ്റെ വിശ്വാസ പാരമ്പര്യങ്ങളൊന്നും നിന്നെ രക്ഷിക്കത്തില്ല. പിന്നെ എന്തു ചെയ്യാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാനസാന്തരത്തിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് ക്ഷമ ഇല്ലേ? ഗലാത്യരെ നമ്മൾ വായിക്കത്തില്ലേ? ഗലാത്യ ലേഖനത്തിലെ 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ മാനസാന്തരത്തിൻ്റെ ഫലങ്ങളുണ്ടാകും. എന്താ ഇപ്പോൾ ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വർഗം എങ്ങനെ തുറക്കാം, അതാണ് നമ്മുടെ വിഷയം അല്ലേ? സ്റ്റീഫൻ എങ്ങനെയാണ് സ്വർഗം തുറന്നത് അല്ലേ? സ്റ്റീഫൻ സ്വർഗം തുറന്നത് എങ്ങനെയാണ്? ശത്രുക്കൾക്ക് ക്ഷമ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി അവരെ ആശീർവദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സ്റ്റീഫൻ സ്വർഗം തുറന്നത്. ഇത് ദൈവിക കാര്യങ്ങളാണ്. ഈശോ വന്നപ്പോഴും കാര്യങ്ങളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? ദൈവിക കാര്യങ്ങളെന്നും മാനുഷിക കാര്യങ്ങളെന്നും. ഇപ്പം പൗലോസ് അപ്പോസ്തലൻ തന്നെ എന്താ പറയണത്? ഈ സാവൂളിൻ അവിടെ അടുത്ത ദമാസ്കസിലേക്ക് പോകാൻ വേണ്ടി മറ്റ് സ്റ്റീഫനെ പോലുള്ളവരെയും വിശ്വാസികളെയും ഡിക്കന്മാരെയും കൊല്ലാൻ വേണ്ടി അധികാരികളിൽ പത്രം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സാവൂള്. പക്ഷേ സാവൂളിങ്ങ് ഡമാസ്ക് സ്റ്റീഫനെ കൊന്നതിന് ശേഷം ഡമാസ്കിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റീഫനെക്കുറിച്ച് ദാവീദ് ഇങ്ങനെ സാവൂൾ ചിന്തിക്കും. എന്താ ഇങ്ങനെ ഒരാളെ, അവന് സാവൂളിന് വചനമറിയാം, സാവൂളിന് വചനമറിയാം, അവൻ ഫരിസേയനാണ്. പക്ഷേ എന്താ പ്രയോജനം? വചനം അറിയാമെങ്കിലും വചനം പ്രയോഗത്തിൽ വരുത്താൻ അറിയത്തില്ല. അതാണ് സാവൂൾ. വചനം അറിയാം. ഇപ്പം സാവൂളിനെ സംബന്ധിച്ചത് എന്താണ്? വചനം അറിയാം, പക്ഷേ വചനം പ്രയോഗത്തിൽ വരുത്താൻ അറിയത്തില്ല. ഇപ്പം സാവൂളെന്ന് പറയുന്നത്, നിങ്ങൾ റോമാ പൗരനാണെങ്കിൽ ഞാൻ റോമാ പൗരനാണ്, നിങ്ങൾ ഫരിസേയനെങ്കിൽ ഞാൻ ഫരിസേയനാണെന്ന് പറഞ്ഞാണ് സാവൂൾ. സാവൂളിനെ വചനം അറിയാം, പക്ഷേ വചനം പ്രയോഗത്തിൽ വരുത്താൻ അറിയത്തില്ല. അപ്പം അതുകൊണ്ട് സാവൂള് എസ്തപ്പാനെ കൊന്നിട്ട് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി അവൻ പാഞ്ഞു പോകുന്ന സമയത്ത് സാവൂൾ മനസ്സിലോർത്ത് എന്താ ഓർത്തത്? ഈ ആൾക്കാർ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോഴും
എങ്ങനെയാണ് സ്റ്റീഫൻ മേലോട്ട് നോക്കിയിട്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്ന് സാവൂളിന് പിടികിട്ടണില്ല. അങ്ങനെ കണ്ടിട്ടില്ല സാവൂള്. അങ്ങനെ ചിന്തിച്ച് പോയപ്പോൾ പെട്ടെന്നൊരു ഫ്ലാഷ് അടിച്ചിട്ട് ഇവൻ കണ്ണ് മിന്നി വീണ്. അപ്പോൾ കർത്താവ്, ലോ ഹൂ ആർ യു, കർത്താവെ ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന ഈശോയാണ്. പിന്നീട് നമുക്ക് കഥ അറിയാം, സാവൂൾ എങ്ങനെ വിശുദ്ധ പൗലോസായെന്നറിയാം. വിശുദ്ധ പൗലോസ് സഭകൾ സ്ഥാപിച്ചിട്ട് ആ സഭയ്ക്ക് വേണ്ടി ലേഖനങ്ങൾ എഴുതുമ്പോൾ സാവൂളിനെക്കുറിച്ച് അന്ന് എസ്തപ്പാനോസ് തന്നെ കൊല്ലണ സമയത്ത് ദൈവത്തെ നോക്കി ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് സാവൂൾ ഓർക്കും. വിശുദ്ധ പൗലോസ് ഓർത്തിട്ട് പൗലോസ് കൊളോസ്യ ലേഖനത്തിൽ എഴുതും, നിങ്ങൾ യേശുക്രിസ്തുവിനോട് ഉയർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ട് സാവൂളായിരുന്നു, വിശ്വാസികളുടെ ആരാച്ചാരായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിൽ ഉയർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ പണ്ട് കണ്ട്. അവനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോഴേ അവൻ മേലോട്ട് നോക്കിയത് ഞാൻ കണ്ടതാണ്. അവൻ്റെ ആ നോട്ടമാണ് എന്നെ ഇന്ന് വിശുദ്ധ പൗലോസ് ആക്കിയതെന്ന് പറഞ്ഞിട്ട് പൗലോസ് തൻ്റെ സഭയ്ക്ക് എഴുതും, നിങ്ങൾ സ്റ്റീഫനെ പോലെ യേശുക്രിസ്തുവിനെ പോലെ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറയും. കൊളോസ്യ 3 ലേഖനം 1 വാക്യം, നിങ്ങൾ ഒന്ന് പറഞ്ഞ, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവേൻ. ശരിക്കും പറഞ്ഞ സാവൂളിൻ്റെ 7:55 നടപടി പുസ്തകവും കൊളോസ്യസ് 3:1 ഒരു വചനം തന്നെയാണ്. ക്ലേശങ്ങളുടെ കാലങ്ങളിലെ ഉയർപ്പിക്കപ്പെട്ട കർത്താവിൻ്റെ മേൽ വിശ്വാസി കണ്ണുകൾ ഉയർത്തും. എന്തിനാണ്? ഉന്നതങ്ങളിലെ കാര്യങ്ങളെന്നാണ് പറയണത്. കർത്താവാണത് തിരിച്ചത്, കാര്യങ്ങളെ 2ആയി തിരിച്ചത്. ഈ ഭൂമിയിൽ ഈശോ വന്നപ്പോൾ കാര്യങ്ങളെ 2ആയി തിരിച്ച്. മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ വായിക്കും 8:33 കർത്താവ് നിനക്ക് കുരിശുമരണം സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് പറയുമ്പോൾ പത്രോസിനോട് കർത്താവ് എന്ത് പറയും? ശമയോൻ, നീ മാനുഷിക കാര്യമാണ് അന്വേഷിക്കുന്നത്, ദൈവിക കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് കുരിശ്, സഹനത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം ദൈവിക കാര്യങ്ങളാണെന്ന്. ഈ ദൈവിക കാര്യങ്ങൾ, സകലത്തിൻ്റെ കാലങ്ങൾ, ദൈവിക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാലങ്ങളാണ്. ആ ദൈവിക കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവിക ഫലങ്ങളാണ് ദൈവം ഉദ്ദേശിക്കുന്നത്, ലോകഫലങ്ങളല്ല. അതുകൊണ്ടാണ് ലൂക്ക 3:13 മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗലാത്യർ 5:6-22 ആത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയും, സ്നേഹം, ക്ഷമ, ആത്മസംയമനം എന്ന് പറയും എല്ലാം. പ്രിയപ്പെട്ടവരെ, ക്ലേശത്തിൻ്റെ സമയത്ത്, കുരിശിൻ്റെ സമയത്ത് നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ടാകുന്നത് എന്താണ്? ഈ ആത്മാവിൻ്റെ ഫലങ്ങളാണ്. അതാണ് സ്റ്റീഫന് ഉണ്ടായത്, അതാണ് യേശുവിനുണ്ടായത്, അതാണ് പൗലോസ് നമ്മളെ പഠിപ്പിച്ചത്. അതാണ് സ്വർഗം തുറക്കണ പ്രാർത്ഥന. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവനെ പോലെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറുവാനുള്ള കൃപ ഞങ്ങൾ നിറക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പോൾ സഹനകാലങ്ങളിലെ സ്നേഹവായ്പ വർദ്ധിപ്പിക്കുക എന്നുള്ള തീരുമാനമാക്കി മാറ്റണം. അതെന്താണ്? അത് ദൈവിക കാര്യങ്ങളാണ്, ആത്മാവിൻ്റെ ഫലങ്ങളാണെന്നാണ് പറയണത്, അല്ലേ? ഇതാണ് സ്വർഗം തുറക്കണത്. നമ്മൾ വചനങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഗലാത്യർ 5:22, കൊളോസ്യ 3:1, അതുപോലെ തന്നെ ലൂക്ക 3:8 മനസാന്തരത്തിൻ്റെ ഫലങ്ങൾ എല്ലാം ഒരുമിച്ച് വെച്ച് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വിഷയം എന്താണ്? ഇതെല്ലാം ദൈവിക കാര്യങ്ങളാണ്. നമ്മൾ ദൈവിക കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ആരായി മാറും? ദൈവ പൈതലായി മാറും. ദൈവ പൈതൽ പ്രാർത്ഥിക്കുമ്പോഴല്ല സ്വർഗം തുറക്കണത്, ഇല്ലേ? ഇപ്പം നമ്മൾ ഇപ്പം നമുക്ക് രോഗമുണ്ട്, കടമുണ്ട്, നമ്മൾ വഞ്ചിച്ചു, പറ്റിച്ചു. അതുകൊണ്ട് നമുക്ക് സാധാരണഗതി വഞ്ചനയും പറ്റിക്കലൊക്കെ വരുമ്പോൾ വെറുപ്പും വൈരാഗ്യവും വരും. ഒന്നുവരും നമ്മളെക്കൊണ്ട് പറ്റത്തില്ലെന്ന് നമ്മൾ വിചാരിക്കും, ആരെങ്കിലുമായിട്ട് അവനിട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിക്കും, ഇല്ലേ?
അങ്ങനെ ആ പഴയ ജഡിക മനുഷ്യനാണ്. അതായത് ക്രിസ്ത്യാനിറ്റി മൊത്തം ചേഞ്ച്, ലോകത്തെ ചേഞ്ച് ചെയ്ത് കളയും. നമ്മൾ വിചാരിക്കുന്ന വിഷയങ്ങളേ അല്ല, നേരെ ഓപ്പോസിറ്റാണ്. നമുക്ക് അതായത് ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് ദൈവിക വിഷയങ്ങളോട്, സാധാരണ ജീവിത പ്രയാസങ്ങളോട് സമീപിക്കേണ്ടതെന്ന് കർത്താവിൻ്റെ വചനം കർക്കശമായി പറയും. അതെല്ലാം നമുക്ക് നഷ്ടത്തിൻ്റെ പുറത്ത് നഷ്ടമായിരിക്കാം. ഇപ്പം നമുക്കിപ്പോൾ സമയത്ത് സാമ്പത്തികമായ നഷ്ടം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ശാരീരികമായ ക്ലേശം വന്നിരിക്കുന്നു. പിന്നെ നമ്മൾ വചനം വായിക്കുമ്പോൾ പറയും, ഈ സമയത്ത് മുന്തിയ നിലവാരമുള്ള സ്നേഹവായ്പ കാണിക്കണം, ക്ഷമ കാണിക്കണം, സംയമനം കാണിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരുമാതിരിപ്പെട്ട മനുഷ്യർ പിരിഞ്ഞു പോകും. എന്താ കാര്യം? ലോകത്താന്മാർക്ക് മനുഷ്യൻ്റെ സ്വഭാവമുള്ള മനുഷ്യ സ്വഭാവത്തിൽ പെരുമാറി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളോട് ഉപദ്രവം ചെയ്തവരോട് നമുക്ക് പ്രതികാരം ചെയ്യണമെന്നുള്ള സ്വാഭാവികമായ ജഡിക അഭിവാഞ്ചിയായിരിക്കും മനുഷ്യന് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പരിച്ഛേദിതനോ അപരിച്ഛേദിനോ ഒന്നുമല്ല, പുതിയ സൃഷ്ടിയായിരിക്കുകയാണ് ദൈവതിരുസന്നിധി കരുണീയമായിട്ടുള്ളതെന്ന്. നിങ്ങളത് പ്രാർത്ഥിക്കണം. ഉടമ്പടിക്കാലത്ത് പുതിയ സൃഷ്ടിയാകാം, പഴയത് മാറിയിട്ട്. ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുവാൻ പൗലോസ് പറയും, ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ, ഉള്ളിൽ പോലും ഒന്നും വിചാരിക്കരുതെന്ന്. എന്തിനാണെന്നറിയാവോ? അങ്ങനെ വരുമ്പോൾ ദൈവസ്നേഹം വർദ്ധിച്ച് ആത്മാവിൻ്റെ ഫലങ്ങൾ പെരുകി ദൈവത്തിന് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും. പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ദൈവത്തിന് പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒരു മാനസിക അവസ്ഥ മാനസാന്തരമായി എന്നിൽ ജനിപ്പിക്കണമേ കർത്താവേ. സുവിശേഷത്തിൻ്റെ അരൂപി സ്വീകരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണേ. ഉടമ്പടി ധ്യാന കേന്ദ്രമാകുമ്പോൾ ആ ഉടമ്പടി ഫോർമാലിറ്റി ഈശോ നമ്മോട് സംസാരിക്കത്തുള്ളൂ. അവൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യണം. അവൻ പറഞ്ഞതാണ് നമ്മൾ ഓരോ വചനങ്ങളിലൂടെ അച്ഛനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, 6 കൽഭരണികളല്ലേ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ വെച്ചിരിക്കണത് കനായിലെ കല്യാണത്തിൽ ഈശോൻ്റെ മുമ്പിൽ അല്ലേ? അതുപോലെ 6 ആവശ്യം നമ്മളെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ സാക്ഷ്യം കേട്ടില്ലേ? 6-ന് 7 നടന്ന സാക്ഷ്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. പല സാക്ഷ്യങ്ങളും കാണുമ്പോൾ നമുക്കറിയാം അത് മിറക്കിളാണെന്ന് അല്ലേ? 3rd ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തത് എന്താ? ഷാലോൺ ടിവിക്ക് വേണ്ടിയുള്ളതാണ്. അത് മിറക്കിളാണ്, പ്യൂർ മിറക്കിളാണെന്ന് അച്ഛന് തോന്നിയാൽ അച്ഛനത് സെലക്ട് ചെയ്ത് വെക്കും. ബ്ലെസ്സിങ്സും അതുപോലെ തന്നെ മിറക്കിൾസും രണ്ടും രണ്ടാണ്. ഇപ്പം ചില മാനുഷികമായ സബോർഡിനേറ്റീവ്സ് നമ്മൾ സപ്പോർട്ടിങ് കണ്ടാകുമ്പോൾ അതിലെ ബ്ലെസ്സിങ്സാണ്. മിറക്കിൾ മീൻസ് ഡയറക്റ്റ് ഡിവൈൻ ഇൻ്റർവെൻഷനാണ്. ദൈവം അല്ല ഇറങ്ങി വന്നില്ലെങ്കിൽ അത് നടക്കത്തില്ല. അതാണ് സാന്ത്വനാഭിഷേകത്തിൽ ഇനി കേൾക്കാൻ പോണത്. നമ്മൾ സാന്ത്വനാഭിഷേകത്തിൽ കേൾക്കാൻ പോകും. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ കണ്ടുമ്പോൾ നമ്മൾ കണ്ടതും കേട്ടതുമാണ്, അല്ല സൈദ്ധാന്തികമായിട്ട് ആശയ സംസാരമല്ല, പ്രയോഗത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പം നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ എൻ്റെയും ബാധ്യത കൂടും. എന്താ? ദൈവം നിലത്തിറങ്ങി ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണം നമ്മൾ കണ്ടതാണ്. അപ്പം നമ്മളുടെ മുമ്പിൽ കർത്താവിൻ്റെ വചനം നിറവേറ്റുക എന്നുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നിലനിൽക്കും. അത് 6 എണ്ണം ഉള്ളത് കൊണ്ടാണ്, 6 കൽഭരണി വെച്ചിരിക്കണ കൊണ്ടാണ് കൃപാസനത്തിൽ 6 പ്രാർത്ഥനയുള്ളത്. മറന്നു പോകരുത്. ഒരു മാസത്തെ പ്രാർത്ഥനയുണ്ട്, 6 പ്രാർത്ഥനയുണ്ട്. എന്താ കാര്യം? 6 കൽഭരണിയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് വരാനാണ് ഇവിടെ കൃപാസനത്തിൽ വരേണ്ടത്, ഒരു പ്രാർത്ഥനയ്ക്കാണ് വരേണ്ടത്. ബാക്കി 5 പ്രാർത്ഥന ഇവിടെ കൂടേണ്ടത്, 1 ഷാലോമിൽ കൂടാം, ബാക്കി 4 പ്രാർത്ഥനയുണ്ട്. അതാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും കൂടേണ്ടത്. അല്ല നിങ്ങൾ വിചാരിക്കരുത് ഒരു പ്രാർത്ഥനയ്ക്ക് വന്നാൽ മതി. 6 പ്രാർത്ഥനയും കൂടണം. കാര്യം 6 കാര്യമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, 6 കൽഭരണിയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ വരിക എന്നുള്ളത് എപ്പോഴും പൈസ ചിലവുള്ളതും വണ്ടിക്കാശൊക്കെ വേണ്ടതും ദിവസം ആവശ്യമുള്ളത് കൊണ്ടാണ് അച്ഛൻ അത് നിങ്ങൾ ഒഴിവാക്കി നിങ്ങളെ രക്ഷിച്ചിരിക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ പറയാം 6 പ്രാവശ്യം വന്നാൽ മാത്രം ഉടമ്പടി ചെയ്താൽ മതി എന്ന് പറയാം. ആൾക്കാർ പുട്ടുപോലെ സംഭവം ചെയ്യും. എന്താ കാര്യം എന്നറിയാമോ? ഇപ്പം തന്നെ 700 പേരൊക്കെ ഒരു ദിവസം ഉടമ്പടി ചെയ്യണത്. അപ്പോൾ അച്ഛനത് നിയമം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ചെയ്തിരിക്കും.
പക്ഷേ എന്താ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജീവിതാവസ്ഥകളില്ലേ, പാവപ്പെട്ടവന് എങ്ങനെയാണ് എപ്പോഴും വണ്ടിക്കാശ് കിട്ടി, ചിലരും വണ്ടിക്കാശ് കടം വാങ്ങിച്ചാൽ വരണത് ഒരു പ്രാവശ്യം പോലും വരണമെങ്കിൽ. അപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അച്ഛൻ അമ്മയോട് പട്ടാങ്ങി പറഞ്ഞിട്ട് 6 പ്രാർത്ഥനയിൽ ഒരെണ്ണം ഇവിടെ കൂടാനും. അപ്പോൾ അമ്മയോട് എനിക്ക് എപ്പോഴും സങ്കടമുണ്ട്, അമ്മേ ഈ മൊബൈലൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്, മൊബൈലിൽ ഇത് കിട്ടാത്ത ആൾക്കാരും ഉണ്ട്, ചെറിയ മൊബൈലൊക്കെ ഉള്ളവർക്ക് കിട്ടത്തില്ല. അങ്ങനെയാണ് അമ്മ ഷാലോമിൽ ഉടമ്പടി ധ്യാനം വെച്ചത്. ഉടമ്പടി ധ്യാനമാണ് അത് നടക്കുന്നത്, കറക്റ്റ് ഉടമ്പടി ധ്യാനമാണ്. ഷാലോം പുറത്ത് പറഞ്ഞിരിക്കുന്നത് ഉടമ്പടി ധ്യാനമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പരസ്യത്തിൽ. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ ഒരെണ്ണം ഷാലോമിൽ കൂടണം, ബാക്കി 4 എണ്ണം നിങ്ങളുടെ ഫേസ്ബുക്കിൽ കൂടണം, അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടണം. ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ആൾക്കാർ, എന്നിട്ട് ഷെയർ ചെയ്യണം. കർത്താവിൻ്റെ വചനം നിങ്ങൾ വഴി പ്രചരിക്കട്ടെ, ലോകത്തിന് യേശുവിനെ കൊടുക്കുക. കാര്യം അമ്മയുടെ ജോലി എന്താണ്? ലോകത്തിന് യേശുവിനെ കൊടുക്കുകയാണ്. അപ്പം ദൈവത്തിനെ യേശുവിനെ സ്വീകരിക്കേണ്ട മാർഗമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതേസമയത്ത് തന്നെ മറ്റൊരു മാർഗമുണ്ട്, യേശുവിനെ കൊടുക്കണ മാർഗമുണ്ട്. അത് നമ്മൾ തീരുമാനിക്കണം. യേശുവിനെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പറഞ്ഞ്, കർത്താവായ യേശുവേ, എൻ്റെ സാക്ഷി ജീവിതം കൊണ്ട് ലോകത്തിന് യേശുവിനെ നൽകുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ വിശുദ്ധ ജീവിതം കൊണ്ട് ലോകത്തിന് യേശുവിനെ സാക്ഷീകരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. മനസാന്തരത്തിൽ തക്ക ഫലങ്ങൾ പുറപ്പെടുക്കുവാൻ തക്ക രീതിയിൽ എന്നെ ഒരിക്കലും ലോകത്തിന് യേശുവിനെ നൽകത്തക്ക ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച് ഇപ്പൊ നമ്മൾ കണ്ടത് എന്താണ്? കാര്യങ്ങൾ 2 തരം കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലേ? എന്തൊക്കെയാണ്? മാനുഷിക കാര്യവും ദൈവിക കാര്യവും, ഉന്നതങ്ങളുടെ കാര്യവും ഭൂമിയിലെ കാര്യവും. ഇപ്പം നമ്മളെപ്പോഴും പ്രാർത്ഥനയ്ക്കെപ്പോഴും ഈ ഉന്നതങ്ങളുടെ കാര്യങ്ങളെ, ആ ഉന്നതങ്ങളുടെ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥന റീഫോർമാറ്റ് ചെയ്യണം. അതാണ് സ്വർഗം തുറക്കുന്നത്. ഉന്നതങ്ങളുടെ കാര്യങ്ങൾ വെച്ച് ഇപ്പം പത്രോസ് ഈശോയോട് പറഞ്ഞില്ലേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, അല്ലേ? ലുക്കായുടെ സുവിശേഷം 11:1, ലുക്ക 11:1, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പ്രാർത്ഥന പത്രോസിനറിയാം. നല്ല യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ച മനുഷ്യരാണ്. സങ്കീർത്തനങ്ങൾ ആ 9-ാം മണിക്കൂറിലേക്ക് പത്രോസ് പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ, നടപടി പുസ്തകത്തിൽ. ആ കന്തൻ്റെ കുരുടനെ സുഖപ്പെടുത്തിയത്, ആ മുടന്തനെ സുഖപ്പെടുത്തിയത് അങ്ങനെയാണ്. അപ്പം യാമപ്രാർത്ഥനയൊക്കെ നന്നായിട്ട് നടത്തുന്ന ആളാണ്. പിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം പത്രോസിൻ്റെ മനസ്സ് കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ മനസ്സ് പറയുന്നു, നമ്മൾ പ്രാർത്ഥനയേക്കാൾ വ്യത്യസ്തമായ പ്രാർത്ഥനയുണ്ട്, അത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറ്റിയ ആളാണ് ഗുരു. ഈശോനോട് ചോദിക്കണം, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ച കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന? സ്വർഗമുണ്ട് അതിൻ്റെ അകത്ത്, അല്ലേ? മുകളിലോട്ട് നോക്കാതെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അത്, അല്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പം അതിൻ്റെ അകത്ത് പിന്നെ പറയണത് എന്താ? അങ്ങയുടെ നാമം, കടമായാലും രോഗമായാലും കഷ്ടപ്പാടായാലും പാരവെപ്പായാലും ജയിലിലായാലും ആശുപത്രിയിലായാലും അങ്ങയുടെ നാമം സ്തുതിക്കേണ്ടതാണ്. എല്ലാ ക്ലേശങ്ങളിലും സ്തുതിക്കേണ്ടതാണ്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അരൂപി അതാണ്. ഏത് സാഹചര്യത്തിലായാലും ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. കാര്യം എന്ത് സാഹചര്യമായാലും അതൊന്നും നിൻ്റെ ദൈവത്തെക്കാൾ വലുതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് എസ്തപ്പാനെ അറിയാമായിരുന്നു. ഏത് കല്ലെറിയായാലും ശരി, മരണമായാലും ശരി, എൻ്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനേക്കാൾ അതൊന്നും വലുതല്ലെന്ന്. അതുകൊണ്ടാണ് എസ്തപ്പാൻ സ്നേഹം കൊടുക്കാനും ക്ഷമിക്കാനും തയ്യാറായത്. ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കണ്ടൻറ്റിൽ അന്നു വേണ്ട ആഹാരമൊക്കെ ഉണ്ട്, ഇല്ലേ? പക്ഷേ അന്ന് വേണ്ട ആഹാരം ഉണ്ടെങ്കിലും അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ്. എന്ത് പ്രാർത്ഥിച്ചാലും അങ്ങയുടെ തിരുമനസ്സാണ് ഉന്നതങ്ങളുടെ കാര്യം. ഇപ്പം IELTS അന്നു വേണ്ട ആഹാരം നമ്മുടെ കാര്യമാണ്. അന്നു വേണ്ട ആഹാരത്തിലുള്ളതാണ് IELTS, MOH, അതുമെല്ലാം. നമ്മുടെ വീട് വിൽക്കണം, നമുക്ക് സ്ഥലം, നമുക്ക് ഇപ്പോൾ എത്രയോ പേരാണ് ടീച്ചർമാരോട് സാക്ഷ്യം പറയണത്, സർവീസ് പ്രോബ്ലം ഉള്ളവർ എത്രയോ പേരാണ് വിദേശ ജോലിക്ക് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം അന്നു വേണ്ട ആഹാരത്തിൻ്റെ കാര്യമാണ്. ഈ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും
ഇപ്പോൾ നമ്മുടെ സർവീസ് പ്രോബ്ലം ഉണ്ട്. ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഓർക്കുന്നുണ്ടേ, ഇത് DPIയിലാണ് വിഷയം കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ്. കാര്യം അവർ മെസ്സേജിന് വന്നപ്പോൾ പറഞ്ഞതാണ് ഇത് DPIയിലെ വിഷയം കൈകാര്യം ചെയ്യണത്. DPI ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോടതിയിലോട്ട് പോകും. പക്ഷേ നമ്മൾ കോടതിയിലോട്ട് പോകത്തില്ല, കർത്താവ് ഈ വിഷയം കൈകാര്യം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അത് 3 മിനിറ്റേ ഉള്ള സംഭവത്തിനാണ് പറയണേ. അത് അന്നു വേണ്ട ആഹാരത്തിൻ്റെ കാര്യമാണ്. പക്ഷേ അന്നു വേണ്ട ആഹാരത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കണത് എങ്ങനെ? അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ. അപ്പോൾ സ്വർഗവും ഭൂമിയും ഇങ്ങനെയുണ്ട്. ഭൗമികമായ കാര്യങ്ങളാണുള്ളത്, അതുപോലെ തന്നെ ദൈവികമായ കാര്യങ്ങളുണ്ട്. ദൈവികമായ കാര്യങ്ങൾ നമ്മുടെ ഭൗമികമായ കാര്യങ്ങളായി മാറണം. അതായത് നമ്മളുടെ ജീവിതത്തിൻ്റെ നിലനിർത്തുന്ന എല്ലാ ഭൗതിക വിഷയങ്ങളിലും ദൈവത്തിൻ്റെ തിരുമനസ്സ് നമ്മൾ അന്വേഷിക്കുകയും അറിയുകയും തേടുകയും ചെയ്യുമ്പോൾ ദൈവികമായ കാര്യങ്ങൾ ഭൗമികമായ കാര്യങ്ങളായിട്ട് മാറും. ഈ വിഷയം, അതായത് സ്വർഗം തുറക്കണത് എങ്ങനെ, അതാണ് എസ്തപ്പാനോസിൻ്റെ പഠനങ്ങളിൽ നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സ്വർഗം ആർക്കും തുറപ്പിക്കാൻ പറ്റും. എങ്ങനെയാണ്? സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയിൽ ഒന്നാണ് ദൈവിക കാര്യങ്ങളെ ഭൗമിക കാര്യങ്ങളെ ദൈവിക കാര്യങ്ങളായി മാറ്റുക. നമുക്കൊരു ഇഷ്ടമുണ്ട്, ആ ഇഷ്ടം ജോലിയാകാം, സ്ഥലമാകാം, വിവാഹമാകാം, ബന്ധമാകാം, എന്തുമാകാം. അങ്ങനെ ചിലപ്പോൾ വിദേശത്ത് പോയി ജോലി ചെയ്യണ കാര്യമാകാം. എന്ത് ഇഷ്ടമായാലും അത് ഭൗമികമായ കാര്യങ്ങളാണ്. ആ ഭൗമികമായ കാര്യങ്ങളെ ദൈവികമായ കാര്യമാക്കുന്നത് എങ്ങനെയാണ്? കർത്താവെ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ, അതാണ് സംഭവം. എൻ്റെ ഇഷ്ടം അതാണ്, പക്ഷേ അത്യധികമായിട്ട് അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ചില ആൾക്കാർ പട്ടി കടിക്കണ പോലെ കടിച്ച ഭാഗം എടുത്തുകൊണ്ട് പോകണമല്ലേ, ചില പട്ടി അങ്ങനെയാണ്. അതുപോലെ പ്രാർത്ഥിക്കരുത്. എന്ത് പ്രാർത്ഥിച്ചാലും കർത്താവ് ഇതാണ് എൻ്റെ ആഗ്രഹം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അതാണത്. ആ ഒരു കണ്ടൻറ്റ് ചേർക്കണം എപ്പോഴും. സ്വർഗസ്ഥനായ പിതാവേ, പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് നിൻ്റെ പ്രാർത്ഥനയിൽ ചേർത്ത് കഴിഞ്ഞാൽ സ്വർഗം തുറപ്പിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങളൊരു കല്യാണം ഫിക്സ് ചെയ്ത് നല്ലതാണെന്ന് പറയണം. ഇപ്പം അച്ഛൻ ചില കല്യാണം പറയല്ലേ, അത് കുഴപ്പമില്ലെന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മ പറയും അത് കുഴപ്പമില്ല, അമ്മയുടെ ആവശ്യത്തിന് കാശുണ്ട്, തന്നോളും, കൊടുക്കാൻ പറ്റും, നിങ്ങൾ എടുത്തോളാൻ പറയും. അത് സിമ്പിളായിട്ട് പറയണതാണ്. എന്താ കാര്യം? അതെൻ്റെ ദൈവഹിതം, അതാണ്. അത് ദൈവഹിതമാണെങ്കിൽ ഞാൻ പറയും, അല്ലെങ്കിൽ ദൈവഹിതമല്ല, ഇത് കളഞ്ഞേക്കാൻ പറയും. 6 മാസമായിട്ട് അച്ഛൻ നിശ്ചയം കഴിഞ്ഞതാണെന്ന് പറയും. ഞാൻ പറഞ്ഞത് അത് കളഞ്ഞ കേട്ടോ, അത് ശരിയാകത്തില്ലേ എന്ന് പറയും. അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം ചില അഫെയർ കേസൊക്കെ ഇല്ലേ, ഭയങ്കര സങ്കടപ്പെട്ടൊക്കെ നിലയം വിളിച്ച് ഇവിടുന്ന് പോകും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, 2 വീൽ ചെയറിന് ആൾക്കാർ തള്ളിക്കൊണ്ട് വന്നൊരു കൊച്ചിനെ. പണ്ട് പറഞ്ഞതാണ് അവരോട്, ഇത് അഫെയർ ശരിയല്ല, ഈ കല്യാണത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയും. അവർ എൻ്റെ അടുക്ക സ്തുതിയൊക്കെ പറഞ്ഞ് പോയെങ്കിലും അവരത് തന്നെ ചെയ്ത്. ജനിച്ച 2 കുഞ്ഞുങ്ങൾക്കും അനങ്ങാൻ പാടില്ല, നടക്കാൻ പാടില്ല, ഇറച്ചി മാത്രമേ ഉള്ളൂ, കിടന്ന് വളരുക. അപ്പോൾ ദൈവഹിതം അറിഞ്ഞിട്ട് പിന്നെ അത് ചെയ്യാതെ വരുമ്പോൾ അതാണ് പ്രശ്നം വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണ വിഷയങ്ങൾ. മനുഷ്യൻ്റെ നിശ്വാസങ്ങളിൽ പോലും ദൈവം ഇടപെടും. നിശ്വാസങ്ങളിൽ പോലും നമ്മൾ എപ്പോഴും, എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഈശോ, നിൻ്റെ തിരുമനസ് പോലെ തന്നെ ജീവിക്കാൻ ഇടയാക്കണേ എന്നാണ്. ഇപ്പം ദൈവം നിങ്ങൾ ഇപ്പം നിങ്ങളൊരുത്തനെ പ്രേമിച്ചു, അവനെ തന്നെ കെട്ടുകയും അവനെ കെട്ടാൻ വേണ്ടി ആ കാലെ കെട്ടി വീണ് ഉടമ്പടിയൊക്കെ ചെയ്തിരിക്കണം ചില ആൾക്കാർ, സമ്മതിച്ച്. അത് നീ ഭ്രാന്തിയായതുകൊണ്ടും ഭ്രാന്തി പിടിക്കണ കാരണം ചിലപ്പോൾ അമ്മ പറയും, എടുത്തോളാൻ പറയും. പക്ഷേ അതും ദൈവഹിതമായിരിക്കണം നിർബന്ധമില്ല. ദൈവത്തിനെ കുത്തിന് പിടിച്ച് നിർത്തി കാര്യം സാധിക്കരുത്, അത് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് ഈ മാനുഷികമായ കാര്യങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. മാനുഷിക വിഷയങ്ങൾ വരുമ്പോൾ പലരും മാനുഷികമായ ഇച്ഛാശക്തി നടപ്പിലെടുത്താൻ വേണ്ടി ദൈവത്തിനെ വട്ടവരെ വരയ്ക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ചെയ്യണത്. അങ്ങനെയില്ല. അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൗതിക കാര്യങ്ങൾ 70 കൊല്ലം നിൽക്കണ കാരണം ദൈവം ആ കളപ്പൊട്ടെന്ന് സംഭവം ചെയ്യുന്നത് വലിയ ആനക്കാര്യമൊന്നുമല്ല. പക്ഷേ നീയും ദൈവവും തമ്മിലുള്ള ബന്ധം തീർന്നിരിക്കും. ദൈവം എന്ന് പറയുന്നത് ബന്ധമാണ്. നമുക്ക് ദൈവത്തിൻ്റെ ബന്ധം എങ്ങനെയാണ് ഈശോ ഉണ്ടാക്കിയത്, എങ്ങനെ അമ്മ ഉണ്ടാക്കിയത്? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങനെ ഇഷ്ടം, അങ്ങനെ വചനം പോലെ നിറവേറട്ടെ. വചനം നിറവേറ്റാമെന്ന് പറഞ്ഞാൽ ബന്ധം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. വചനം നിറവേറ്റാനാണ് ബന്ധം ഉണ്ടാക്കിയിരിക്കുന്നത്. വചനം നിറവേറ്റാത്തോളം കാലം നമ്മളൊരു സൃഷ്ടാവും തമ്മിലുള്ള ബന്ധമായി മാറും. അത്രയേ ഉള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ആ വിഷയം. കാര്യം ഒന്നും ഇപ്പോൾ ചില ആൾക്കാർ, ഞാൻ അകത്തിരുന്നിട്ട് ചിരിക്കുകയും ചെയ്യും. ചിലപ്പോൾ തോന്നും ഇങ്ങോട്ട് വന്നൊരു തൊഴിയും കൊടുക്കണം തോന്നും. എന്താ വെച്ച് കഴിഞ്ഞാൽ
5 കാര്യം നടന്നിട്ട് പിന്നെ അടുത്ത കാര്യം ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും, അടുത്ത കൂടി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന്. ഇങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കണേ. ഇത്രയും നടന്ന് ഇനി അടുത്ത സംഭവം കൂടി തമ്പുരാനെ വെച്ച് കൊടുത്ത് അടുത്ത കൂടി നടക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് സുധാൻ പറഞ്ഞ് പോവുകയാണ്. അടുത്ത തിരഞ്ഞെടുപ്പിനും ജയിപ്പിച്ചേക്കണം പറഞ്ഞ ചില സ്ഥാനാർത്ഥികൾ പറയണ പോലെ. അപ്പം അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ തീരുമാനിക്കണം. സാക്ഷ്യം പറഞ്ഞ പ്രത്യേകിച്ച് നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചു, ഇനി നിങ്ങളാണ് ദൈവത്തെ പ്രതി ജനങ്ങളെ അനുഗ്രഹിക്കേണ്ടത്. നിങ്ങളെപ്പോലെ വേദനിക്കുന്ന ആൾക്കാരോട് കരുണ കാണിക്കണം. നിങ്ങളെപ്പോലെ വിഷമിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ സമ്പത്ത് ദാനം ചെയ്യണം. നിങ്ങളെപ്പോലെ വിഷമിക്കുന്ന ആൾ വരെ വീടില്ലാത്തവരുണ്ട്, സ്ഥലമില്ലാത്തവരുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദൈവം അനുഗ്രഹിച്ചല്ലോ, ഇനി നമ്മളുടെ മാരുതിക്കാറ് മാറ്റാം, നമുക്ക് വേറെ ഒരു മേൽത്തരം കാറ് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചെങ്കിൽ പിന്നെയും ഉടമ്പടി ചെയ്യേണ്ടി വരും. അപ്പം അതൊക്കെ നേരത്തെ അറിഞ്ഞിരിക്കണം. എല്ലാ പ്രാർത്ഥനയിലും ഭൗമിക കാര്യങ്ങൾ മാത്രം വെച്ചാൽ സ്വാഭാവികമായി കുറച്ച് കഴിയുമ്പോൾ നിന്നെ ദൈവം പത്രോസിനോട് പറയും, പുറകെ പോകാൻ പറയും. നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. സത്താനെ എന്ന് വിളിക്കും. വല്ല കാര്യമുണ്ടാ നല്ലപ്പോൾ വെറുതെ സത്താനെന്ന് വിളിയേക്കാൻ? കൂടുതൽ മാനുഷിക കാര്യങ്ങൾ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ദൈവിക പൈതലായിട്ട് നീ മാറണില്ലെങ്കിൽ നീ കർത്താവിൻ്റെ പുറകിൽ പോകേണ്ടി വരും. കർത്താവിൻ്റെ പുറകിൽ പോകണം. കാരണം ഈ പ്രാർത്ഥനയ്ക്കെന്ന് പറയുമ്പോഴേ ആദ്യം തന്നെ നമ്മളറിയണം, പ്രാർത്ഥന ദൈവം കേൾക്കണം. ബലി പോലും ദൈവം കേൾക്കത്തില്ല. ബലി പോലും പഴയ നിയമത്തിൽ ബലി അർപ്പിക്കാൻ നേരത്ത് പറയും, ആ കുഞ്ഞാടൊക്കെ ഊനമറ്റതായിരിക്കണം, എല്ലാ 2 കൊമ്പും ഉണ്ടാകണം, കോങ്കണ്ണും ഉണ്ടാകരുതെന്നൊക്കെ പറയും. ചട്ടും മുടന്തും ഉണ്ടാകരുത്, ഊനമറ്റ ബ്ലെയിംലെസ് ആയിരിക്കണം എന്ന് പറയും. ബലിക്കുള്ള കുഞ്ഞാട് ബ്ലെയിംലെസ് ആയിരിക്കണമെന്ന് പറയും. ഇപ്പോൾ നമ്മളെ ലേവായ പുസ്തകമില്ലേ 9:2 ബലിക്കുള്ള കുഞ്ഞാട് ബ്ലെയിംലെസ് ആയിരിക്കണം, ഊനമറ്റതായിരിക്കണം, കൊമ്പൊടിഞ്ഞതായിരിക്കരുത്, ചട്ടുകാലായിരിക്കരുത്, കോങ്കണ്ണം ഉണ്ടാകരുതെന്ന്. അതുകൊണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? പുറത്തുനിന്ന് കൊണ്ടുവന്ന ആടിനെ ഒന്നും ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പുരോഹിതൻ സമ്മതിക്കത്തില്ല. നല്ല ലക്ഷണമൊത്ത 2 കൊമ്പുള്ള, നല്ല കണ്ണുള്ള, നല്ല കളറുള്ള, നല്ല ചട്ടുകാലില്ലാത്ത നല്ല ആടിനെ ഇവിടെ ദേവാലയത്തിൽ തന്നെ നിർത്തും. എന്നിട്ട് പറയും അതിൻ്റെ പൈസ അടച്ചാൽ മതി, നല്ല ആടിനെ കൊണ്ടുവരാൻ പറയും. പൈസ അടച്ച് കഴിയുമ്പോൾ നല്ല ആടിനെ സീൽ ചെയ്ത് കൊടുക്കും. ആ സീൽ ചെയ്ത ആടിനെ മാത്രമേ ദേവാലയത്തിൽ ബലി അർപ്പിക്കത്തുള്ളൂ. കർത്താവിനാണെങ്കിലും ആ രീതിയോട്, ആ പാരമ്പര്യത്തോടും താല്പര്യം തോന്നിയിട്ട് കർത്താവ് പറഞ്ഞു, ഞാനാണ് പിതാവായ ദൈവം സീൽ ചെയ്ത ആട്. യോഹന്നാൻ 6:27 പിതാവായ ദൈവം എന്നിൽ അംഗീകാരം മുദ്ര ചാർത്തിയിരിക്കണം എന്ന് ഈശോ പറഞ്ഞില്ലേ? ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ 1:29 പറയുമ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടാണത്? ഈ ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ, ഈ ആടിനെ കൊണ്ട് ബലി അർപ്പിച്ചു ദൈവം ആ ബലി സ്വീകരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് കർത്താവ് പറഞ്ഞു, പിതാവായ ദൈവം. യോഹന്നാൻ 6:27 പിതാവായ ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കണമെന്ന്. അത് ലേവായ 9:2 അനുസരിച്ച് കൊണ്ട് കർത്താവ് ഊനമറ്റവനായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അമ്മയുടെ അമലോത്ഭവം വരെ ഇതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യണത്. അമ്മ ജനിക്കുമ്പോൾ ഉൽപ്പപാപമില്ല ജനിച്ച ആളല്ലേ. ഈ ലോകത്തിൻ്റെ പാപത്തിൽ നിന്ന് മോചിക്കാൻ വേണ്ടിയുള്ള ദൈവപുത്രൻ ഗർഭം ധരിക്കേണ്ട ആള് ഈശോ പാപമില്ല ജനിച്ചതുപോലെ ഈശോയുടെ അമ്മയും പാപമില്ല ജനിക്കാൻ കാരണം ഹെബ്രായർ ഈ പറഞ്ഞിരിക്കുന്ന ലേവായർ 9:2 അതുപോലെ തന്നെ യോഹന്നാൻ 6:27 ബലിക്കുള്ള കുഞ്ഞാടും അതിനോട് ബന്ധപ്പെട്ട എല്ലാ വിഷയവും ആദ്യം മുതൽ തന്നെ ഊനമറ്റതായിരിക്കണം. അതുപോലെ നിൻ്റെ പ്രാർത്ഥനയും ബലി റിജക്റ്റ് ചെയ്യും. ഊനം വന്നു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ലെപ്പറിങ്ങ, എന്തെങ്കിലും ബ്ലൈൻഡ്, എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ, ആടിന് അംഗവൈകല്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ബലി ദൈവം റിജക്റ്റാകും. കയൻ്റെ ബലി നിരസിച്ചില്ലേ ദൈവം, അതുപോലെ വരും. ഇതുപോലെ പ്രാർത്ഥനയും വരും. പ്രാർത്ഥനയും ദൈവതിരുസനെയും സമർപ്പിക്കുമ്പോൾ അത് ഊനമറ്റതായിരിക്കണം. ഊനമറ്റ പ്രാർത്ഥന, അതായത് അംഗവൈകല്യമില്ലാത്ത പ്രാർത്ഥന, ആ പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ പാടില്ലാത്ത കൊണ്ട് പത്രോസ് 11:1 കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഊനമറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഊനമറ്റ പ്രാർത്ഥന ഇങ്ങനെയാണ്: അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ദൈവ തിരുമനസ്സ് അതാണ് കൊളോസ്യൻസ് 3:1 ഉന്നതങ്ങളിലെ കാര്യങ്ങൾ. അതാണ് കർത്താവ് നിക്കോദേമോസിനോട് പറയണത്. നീ ഇസ്രായേലിലെ റബ്ബിയല്ലേ, നിനക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ലേ?
ഉന്നതങ്ങളിൽ നിന്നുള്ളവർ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറയും. ഭൗമികർ ഭൗമിക കാര്യങ്ങൾ. അങ്ങനെ നിക്കോദേമോസിനെ കണ്ട കാലം മുതൽ കർത്താവ് ഇതിങ്ങനെ തിരിച്ച് പറയും. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം ഈ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞാൽ പ്രാർത്ഥന ഉടമ്പടി എളുപ്പമാകും. ആ ഭൗമിക കാര്യങ്ങൾ മാത്രം ഇതിലുള്ളെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ 3 കോളങ്ങളൊക്കെ ഒപ്പിട്ടിട്ട് ഞാൻ ചോദിച്ച് ഒരു കാര്യം പോലും നടന്നില്ലല്ലോ ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ എന്താണ്, മൊത്തം ഭൗമികമാണ്. ആ ഉടമ്പടി ചെയ്ത ആൾ തന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ആ പഴയ പൗശന്യവും ആ പഴയ വൈരാഗ്യവും ആ പഴയ സൂചിവെപ്പും ഭാരവെപ്പും എല്ലാം പഴയ പരിപാടി, ആ പഴയ കലാപരിപാടികളെല്ലാം ഉണ്ട്. കോളങ്ങളൊക്കെ കിടക്കുന്ന ആൾക്കാരും ചിന്തിക്കണേ, ഇത് ഉടമ്പടിയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞ ഉന്നതങ്ങളിലെ കാര്യങ്ങളാണ്. ഉന്നതങ്ങളിലെ കാര്യങ്ങൾ നിൻ്റെ പ്രാർത്ഥനകൾക്ക് ഭൗമിക കാര്യങ്ങളെല്ലാം ഉന്നതങ്ങളിലെ കാര്യങ്ങളായിട്ട് ഓരോ ഉടമ്പടി പുതുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ഇതെങ്ങനെ എക്സസൈസ് നോക്കണ പോലെ നോട്ട് ബുക്ക് നോക്കണ പോലെ നോക്കിവിടുന്ന കേസ് കേട്ടാണോ? അല്ല. ഉടമ്പടി പുതുക്കുന്നവർ ശ്രദ്ധിക്കുക, ഇവിടെ പുതുക്കാൻ വരുന്നവരും പുതുക്കി കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഉദ്ദേശിക്കണത് എന്താണ്, ഉന്നതങ്ങളിലേക്ക് എന്തുമാത്രം നീ വളർന്നു, നിൻ്റെ ജീവിത നിലവാരങ്ങൾ, നിൻ്റെ മനോഭാവങ്ങൾ എല്ലാം കർത്താവിൻ്റെ തിരുമനസ്സിന് അനുപേക്ഷണയുമായിട്ട് നീ പുനഃക്രമീകരിച്ചിട്ടുണ്ടോ? എന്നാൽ ഇത് എളുപ്പമാണ് സംഭവം. എന്താ കാര്യത്തിൽ ഓരോ വിഷയവും എത്ര എളുപ്പം ചെയ്യാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം. അത് എത്ര എളുപ്പം ചെയ്യാൻ പറ്റുമെന്നാണ് അച്ഛനിലൂടെ ഇപ്പോഴും ഈശോ നിന്നോട് സംസാരിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടി കാര്യങ്ങളെല്ലാം ഉന്നതങ്ങളിലെ കാര്യങ്ങളാകാൻ യേശുക്രിസ്തുവിന്റെ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് മാനസാന്തരത്തിന്റെ ഫലം പ്രകടിപ്പിച്ചുകൊണ്ട് ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലത്തിൽ വളർന്നുകൊണ്ട് സുവിശേഷത്തിന്റെ നിലവാരമുള്ള സാക്ഷികളായി മാറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഉടമ്പടി പ്രാർത്ഥന ഉന്നതങ്ങളെ കാര്യങ്ങളാണെന്ന ബോധ്യത്തോടുകൂടി കർത്താവെ പ്രാർത്ഥിച്ചു മുന്നേറുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ഹല്ലേലൂയ. കർത്താവ് നൽകുന്ന നിർദ്ദേശങ്ങൾ അവരുടെ ഹൃദയത്തിൽ പതിയട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. സന്തോഷത്തോടെ എഴുന്നേൽക്കുക. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് അനേകായിരങ്ങളെ സാക്ഷികളാക്കി മാറ്റി. ഏറ്റവും സങ്കീർണമായ ആധുനിക ലോകത്തിലെ അതിസങ്കീർണമായ വിഷയങ്ങളുടെ പോലും കുരുക്കഴിച്ചുകൊണ്ട് നിന്നെ വിടുവിക്കുന്ന ആരാധനാ സന്നിധാനത്തിലാണ് നിന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. പലരും ഉടമ്പടി ചെയ്തവർ വന്ന് അവരുടെ ജീവിതത്തിൽ അമ്മ ആഗ്രഹിക്കുന്നത് ഞാൻ അമ്മ സന്നിധാനത്തിൽ എത്തിച്ചേരണമെന്നാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വീട്ടിലിരുന്ന് നേർച്ച നേർന്നവരൊക്കെ തിരിച്ചു വന്ന് അമ്മ സന്നിധാനത്തിൽ വചനം കേൾക്കാനിടയായി. അവരെ അനുഗ്രഹിച്ചതുപോലെ അനേകായിരങ്ങളെ അമ്മ അനുഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഉടമ്പടിക്കാലം വലിയ ദൈവസ്നേഹത്തിൻ്റെയും സുവിശേഷ സാക്ഷീകരണത്തിൻ്റെയും കാലമാണ്. ഇപ്പോഴച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് സ്ഥാവര ജംഗമ മേഖലകളിലും ഭൗതിക സാഹചര്യങ്ങളിലും കുരുങ്ങുന്ന മക്കൾ, വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, സർവീസ് പ്രോബ്ലം, അതുപോലെ തന്നെ ജോലി കാര്യങ്ങളുടെ തടസ്സങ്ങൾ, ജോലിയില്ലാത്തവർ, സാമ്പത്തികമായ ബാധ്യതകളുള്ളവർ, കൊടിയ ബാധ്യതകളുള്ളവർ, വരുമാന മാർഗമില്ലാത്തവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, വഴക്കും കേസും കള്ളക്കേസും ഒക്കെ അകപ്പെട്ട് വല്ലാണ്ട് വേദനിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അമ്മ മാതാവ് ഈ പ്രാർത്ഥനകൾ ഇപ്പം തന്നെ ഈശോവിനെ ഏൽപ്പിച്ച് നിങ്ങളെ വിടുവിക്കുന്ന സ്വർഗീയ നിമിഷമാണ്. അച്ഛനിൽ നിന്ന് കേട്ട വചനങ്ങൾ പോലെ ജീവിക്കാമെന്ന് മനസ്സിൽ തീരുമാനമെടുക്കുക. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ കർത്താവേ, അച്ഛൻ വഴിയായി ലഭിച്ച എല്ലാ വചനങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് കർത്താവേ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. കർത്താവ് പറഞ്ഞ വചനങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കട്ടെ. നല്ലവനായ ഈശോയെ,
ഹല്ലേലൂയ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ നല്ലവനായ ഈശോയെ, ഹല്ലേലൂയ 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 അങ്ങനെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ യേശുവേ കർത്താവേ, മക്കളെ സ്പർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ 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 കർത്താവേ, വരുമാന മാർഗമില്ലാത്തവരെ, ഹല്ലേലൂയ 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 ഈശോ, കർത്താവേ ജോലി ഇല്ലാത്തവരെ, കർത്താവേ സ്തുതിക്കുന്നു കർത്താവേ സാമ്പത്തികമായ ബാധ്യതയുള്ളവരെ, ഹല്ലേലൂയ ഈശോ, മാരക രോഗികളെ കർത്താവെ സ്പർശിക്കണമേ. ഈശോ, പഠിക്കാൻ പറ്റാത്തവരെ, ഹല്ലേലൂയ ഹല്ലേലൂയ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോകുന്നവരെ, മനസ്സ് ഉറപ്പിക്കാൻ പറ്റാത്തവരെ, മനസ്സ് പഠിക്കുന്ന ഓർത്തിരിക്കാത്തവരെ, കർത്താവെ അങ്ങയുടെ തിരുസ്ഥിതി സൗത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയുടെ ഹല്ലേലൂയ. യേശു ചോദ്യം ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, വീണ്ടും നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അച്ഛൻ അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഈശോ അനുഗ്രഹിക്കുന്ന വലിയ സമയമാണ്. അതിശക്തമായി സ്തുതിക്കുന്ന സമയങ്ങളിൽ വലിയ അടയാളങ്ങളും തീർപ്പുകളും ഉണ്ടാകുന്ന സ്വർഗീയ നിമിഷമാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 കർത്താവേ, ഞങ്ങളുടെ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള എല്ലാ നല്ലവനായ ഈശോയെ, കർത്താവേ ഞങ്ങളിപ്പോൾ സ്തുതിക്കുന്നു ദൈവമേ, ഞങ്ങൾ അനുഗ്രഹിച്ച് കഴിഞ്ഞു. ഹല്ലേലൂയ. ഈശോ, ഒന്നും അസാധ്യമില്ലാത്തവനെ, ഈശോ എല്ലാ സാധ്യമായവനെ, ഈശോ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധർപ്പിക്കട്ടെ. ഈശോ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ, ജീവിത വരുമാന മാർഗങ്ങളിൽ ക്ലേശം അനുഭവിക്കുന്നവരെ, സാമ്പത്തിക കടങ്ങൾ അകപ്പെട്ടു പോയവരെ, വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, സ്ഥലമില്ലാത്തവരെ, ഉള്ള സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കർത്താവേ, ഉടമ്പടിയിലുള്ള മുഴുവൻ വിഷയങ്ങളെ, ഈശോ, ജോലികൾ, വിദേശ ജോലികൾ, വിദേശ പഠനങ്ങൾ, ഈശോ, നാട്ടിലുള്ള പഠനങ്ങൾ, നാട്ടിലുള്ള ജോലികൾ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദുരിതങ്ങളും തടസ്സങ്ങളും യേശു നാമത്തിൽ മാറിപ്പോണം. ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വലിയ സ്കോറിങ് വരുന്നത് നിങ്ങളെ സാക്ഷ്യം കേട്ടു. അതാണ് സത്യം. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നൈപുണ്യ പരീക്ഷകൾ, അതുപോലെ തന്നെ മെറിറ്റ് എക്സാമിനേഷൻ, യോഗ്യതാ പരീക്ഷകൾ, അതിനുവേണ്ടി ഒരുങ്ങുന്നവർ, പഠിക്കുന്നവർ, ഇതുപോലെ ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള ടെക്നിക്കൽ പ്രോബ്ലമുള്ളവർ, വളരെ സമയം കുറവാണ്, ഒത്തിരിയേറെ കറസ്പോണ്ടിങ് നടക്കേണ്ട വിഷയങ്ങളുണ്ട്, മനസ്സിടിഞ്ഞിരിക്കുന്നവർ, ചില രേഖകൾ കിട്ടാൻ പാടുള്ളവർ, അങ്ങനെ പലതരത്തിലുള്ള കുരുക്കുകളിൽ അകപ്പെട്ടിരിക്കുന്നവർ, ജയിലിൽ കിടക്കുന്നവർ, ജാമ്യം കിട്ടാത്തവർ, കേസ് നടന്നുകൊണ്ടിരിക്കുന്നവർ, ആ കേസിൽ നീതിക്ക് വേണ്ടി കണ്ണീരിടുന്നവർ, എല്ലാവരുടെയും വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം കർത്താവേ, നന്ദി കർത്താവേ. കർത്താവേ, ഇവിടെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനയുടെ മേലെ കർത്താവേ സ്വർഗത്തിന്റെ വലിയ ഇടപെടലുണ്ടാക്കി അനുഗ്രഹം ചൊരിയുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. നല്ലവനായ ഈശോയുടെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ, പരിശുദ്ധമേ ദേവമാതാവേ, ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. കർത്താവേ, സ്വർഗത്തിലേക്ക് നോക്കി മക്കളെ, ജോലിയില്ലാത്തവരെ നിങ്ങളുടെ മനസ്സിൽ പറയണം. ഞാൻ ഓരോ വിഷയം പറയുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിൽ പറയണം, അമ്മയുടെ ആൾക്കാരൊക്കെ സാക്ഷ്യം പറയാൻ സഹായിക്കണേ എന്ന് പറയണം. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഉള്ള ജോലി കൊണ്ട് കുടുംബം പോറ്റാൻ കഴിയാത്തവരുണ്ട്. അറിയാവുന്ന ജോലി ചെയ്തിട്ട് ഓരോരുത്തർ എത്തിപ്പെടാത്തവരും അതിൻ്റെ കോമ്പറ്റീഷനും മറ്റ് അതുപോലെയുള്ള ജോലി ചെയ്യുന്നവരുടെ മുമ്പിൽ പിന്നാക്കം പോകുന്നവരുണ്ട്. കടകൾ പോലും ശരിയായിട്ട് ചിലവില്ലാത്തവരും, കസ്റ്റമേഴ്സ് ഇല്ലാത്തവരും, ഏജൻസി പരാജയപ്പെട്ടവരും, പൈസ കുടുങ്ങിപ്പോയവരുണ്ട്. അവിടെ എല്ലാം വിടുതലിന് വേണ്ടി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ച് ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. യേശുവേ, ഞങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവേ അവിടുന്ന് തീരുമാനമാകുമെന്ന്. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുന്നവർ, പല സ്ഥലങ്ങളിലും നിങ്ങളുടെ ആസ്തികൾ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. മറ്റ് രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും നിങ്ങളുടെ വസ്തുവകകൾ വിറ്റുമാറാതെ മറ്റ് നാട്ടുകാർ വിൽപ്പിക്കാതെ കിടക്കുന്നവരെക്കുറിച്ച് ഇപ്പോൾ ഈശോ സംസാരിക്കുന്നത്.
ശക്തമായി അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. നല്ലവനായ ഈശോയൊന്നും സാധ്യമല്ലാത്തവനെ ഈശോ സ്പർശിക്കണേ കർത്താവേ. ഈ പ്രാർത്ഥനയാൽ കർത്താവേ അനേകം മക്കളുടെ കുടുങ്ങിപ്പോയ വരുമാനങ്ങൾ കർത്താവേ യേശുക്രിസ്തു നാമത്തിൽ തിരികെ ലഭിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ഹല്ലേലൂയ. നിങ്ങളിത് സാക്ഷ്യം പറയണം. ഇപ്പോഴും കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. അതിനെല്ലാം അത് കിട്ടിക്കഴിയുമ്പോൾ വന്ന് നിങ്ങൾ സാക്ഷ്യം പറയണം. ആരും സാക്ഷ്യം പറയാണ്ടിരിക്കരുത്. അത് വലിയ ആപത്തുണ്ടാക്കും. കാര്യം ഒരു സമയത്തൊക്കെ കർത്താവിനെ നമുക്കിങ്ങനെ വെട്ടിക്കാം. സാധാരണ നിങ്ങളുടെ ജന്മസിദ്ധമായ സ്വഭാവം പോലെ ചില വെട്ടിക്കൽ പാർട്ടി ഉണ്ടല്ലോ, അവർ അനുഗ്രഹം കിട്ടാനും വെട്ടിച്ച് കളയും. കാര്യം അങ്ങനെ ഒരിക്കൽ ചെയ്താൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ഫ്രോഡാകുന്നത് ഈ ജന്മത്തിൽ മാത്രമല്ല, ഇനി വരാതിരിക്കുന്ന ജന്മത്തിൽ നമ്മളെ ഫ്രോഡായിട്ട് ദൈവം കരുതത്തുള്ളൂ. കാര്യം എന്ത്, നിൻ്റെ കമ്പനിക്കാരും നാട്ടുകാരൊക്കെ എന്നൊക്കെ വെട്ടിക്കാം. അവരുമായിട്ട് നമുക്ക് 10-40 കൊല്ലം ജീവിച്ചാൽ മതി. ദൈവവുമായിട്ട് നിത്യത വരെ ജീവിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നിന്നെ സഹായിച്ചിട്ട് ആ മഹത്വപ്പെടുത്തുമ്പോൾ നീ നിൻ്റെ ആ സമയത്ത് നിൻ്റെ വേറെ ചില നിലയും വിലയൊക്കെ നോക്കി തടി ഊരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് മരണം വരെ പണിയായിരിക്കും. അങ്ങനെ തീക്കൊള്ളി കൊണ്ടൊന്ന് തലച്ചുരകി സ്വയം ഇളിപ്പനാകേണ്ട കാര്യമില്ല. സാക്ഷ്യം പറയാമെന്ന് കർത്താവിനോട് പറയുക. കർത്താവ് നിന്നെ സ്പർശിച്ചിരിക്കുക ഇപ്പോഴേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് കർത്താവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തിയത്. അതായത് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഓർക്കുക, 18 പേര് ഇവിടെ സാക്ഷ്യം പറഞ്ഞിരിക്കും. മക്കളില്ലാത്തവരെ കുഞ്ഞിനെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കും. നിങ്ങൾ വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, വളർത്തുമൃഗങ്ങളെ വാഴുന്നില്ല. അതിന് എന്ത് രോഗം വേണം അപ്പം തന്നെ ചത്തുപോകും. പല കാര്യങ്ങൾ ആൾക്കാർ പറയുന്നതൊക്കെ വിശ്വസിച്ച് നിങ്ങളുടെയും വിശ്വാസം പോയിരിക്കുക. അപ്പം ഇങ്ങനെ പൊട്ടം വിശ്വാസമൊന്നും വേണ്ട. ആ വളർത്തുമൃഗങ്ങൾ വാഴാത്തൊരവസ്ഥ ഈശോ ആ കുടുംബത്തിൽ നിന്ന് ഇപ്പോഴും എടുത്തു മാറ്റുകയാണ്. ഹല്ലേലൂയ. വൈവാഹികമായ കൺഫ്യൂഷൻസ് നിങ്ങൾക്കറിയാലോ. ഉടമ്പടി വന്നപ്പോൾ ഇപ്പോൾ 42 വയസ്സുകാരൊക്കെ കല്യാണം കഴിക്കുന്നുണ്ട്. 22 വർഷം മക്കളില്ലാത്തവർ വന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പം അമ്മ അതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് എൻ്റെ അർത്ഥം. ആ ഫയലെല്ലാം ക്ലോസ് ചെയ്താണ് അവരെ. 42 വയസ്സുകാർ 35 കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം ഇനി കഴിക്കാനുണ്ടാകത്തില്ല, ഈ ജന്മത്തിൽ കല്യാണം ഇല്ലെന്ന് പറഞ്ഞ് ഫയൽ ക്ലോസ് ചെയ്താ അമ്മ ആ സ്ഥാനമെല്ലാം തിരിച്ചെടുക്കുന്നുണ്ട്. 22 വയസ്സുകാർ 22 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരെങ്ങനെയാണ് കുഞ്ഞിനെ കൊണ്ട് സാക്ഷ്യം പറയണത്? ആ 22 വർഷം കുഞ്ഞ് എവിടെയായിരുന്നു? അപ്പോൾ അവർക്ക് കുഞ്ഞ് കിട്ടാത്തതാണ്. പക്ഷേ അമ്മ അതെടുത്ത് അങ്ങനെ വലിയ കാര്യങ്ങൾ നടക്കുക. അതുകൊണ്ട് നിങ്ങളിവിടെ നിൽക്കുമ്പോൾ ഓർക്കുക, അച്ഛൻ്റെ ആ വിഷയം അമ്മ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ജീവിത പങ്കാളിയെ നൽകിയും കുഞ്ഞിനെ നൽകിയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ വീടില്ലാത്തവർക്ക് വേണ്ടിയും സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയും കടം മാറാൻ ഒന്നും വിൽക്കാൻ പോലും ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. നല്ലവനായ ഈശോ സ്പർശിക്കണമേ കർത്താവേ. ഭവനരഹിതരെ, വീടില്ലാത്തവരെ, ഭവനരഹിതരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോ സ്പർശിക്കണം കർത്താവേ. ക്രിസ്തു ഉന്നതമായ നാമത്തിൽ ഭവനരാഹിത്യങ്ങള്, മക്കളില്ലാത്തവരെ ഈശോയുടെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും മാറിപ്പോട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സമാപന ആശീർവാദമാണ്. നേർച്ച വസ്തുക്കൾ എടുക്കുക. നേർച്ച വസ്തുക്കൾ എടുക്കുക. മക്കളെ, ഏറ്റവും വലിയ നേർച്ച വസ്തു കൃപാസനം പത്രമാണ്. ശ്രദ്ധിക്കുക, ഒരു പ്രാർത്ഥനയാണ് നമ്മളൊരു മാസം ഇവിടെ വന്ന് കൂടേണ്ടത്. ബാക്കി 5 പ്രാർത്ഥനയിൽ 4 പ്രാർത്ഥന യൂട്യൂബിലും ഫേസ്ബുക്കിലുമാണ് കൂടേണ്ടത്. ഒരു പ്രാർത്ഥന ഷാലോൺ ടി വിയിൽ. ഷാലോൺ ടി വി എല്ലാവരും തിങ്കളാഴ്ചയാണ് അതിൻ്റെ സമയം. 1:30 മണിക്ക്
ഉച്ചയ്ക്ക് 1:30 മണിക്ക്, അതുപോലെ വെള്ളിയാഴ്ച രാവിലെ 8:30 മണിക്ക്. അപ്പോൾ അത് മറക്കാതെ ഏതെങ്കിലും ഒരു ദിവസം ഷാലോൺ ടി വി വെറുതെ കണ്ടാൽ പോരാ, കാഴ്ചക്കാരായിട്ട് പ്രാർത്ഥിച്ച് ധ്യാനം കൂടുന്ന പോലെയാണ് അത് ചെയ്യേണ്ടത്. ഷാലോമിലെ സാന്ത്വനാഭിഷേകം കൂടുന്നവർ കൈപൊക്കിക്ക് കുറവാ. അപ്പോൾ ഇനി അത് ഓർത്തിരിക്കണം. ആ പത്രത്തിൽ അതിൻ്റെ സമയവും ഡേറ്റും എല്ലാം ഉണ്ട്. അത് നമ്മുടെ ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്, ഉടമ്പടിയുടെ ഒരു ഘടകമാണ് തിങ്കളാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ഷാലോം ധ്യാനം. പത്രം വാങ്ങിക്കാത്തവരെ പത്രം വാങ്ങിക്കുക. പത്രം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഡേറ്റ് ബാറുള്ള പ്രേക്ഷിത പ്രവർത്തന കാർഡുകൾ ഭംഗിയായി സൂക്ഷിക്കണം. ഉടമ്പടിയുടെ ഏറ്റവും വലുത കാര്യമായിട്ട് കൃപാസനം കരുതുന്നത് നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനമാണ്. പ്രേക്ഷിത പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കാരുണ്യപ്രവൃത്തി ഉണ്ട്, വചന വായന ഉണ്ടെന്നാണ് ഞങ്ങൾ കരുതണത്. പ്രേക്ഷിത പ്രവർത്തനം ഇല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റു പല കാര്യങ്ങൾക്കും നിങ്ങൾ പൊതുവേ ഉഴപ്പായിരിക്കും എന്നാണ്. ഇപ്പോഴും നമ്മൾ 2020 വരെ കൗൺസിലിങ്ങിനുള്ള കാർഡുകൾ അച്ഛൻ കൊടുത്തിട്ടുണ്ട്, 2020 വരെ. പക്ഷേ 3 മാസം കൂടുമ്പോൾ ഉടമ്പടി പുതുക്കി തരും. അച്ഛനെ കാണാനുള്ള കാർഡ് തരത്തില്ല. കാർഡ് 2020 കഴിഞ്ഞ് വേണമെങ്കിൽ ചോദിച്ചാലേ തരത്തുള്ളൂ. 2020 കഴിഞ്ഞാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അച്ഛനെ കാണാനുള്ള കാർഡ് തരത്തുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഉടമ്പടി പുതുക്കി വെച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അച്ഛനെ എന്ത് സീരിയസ് പറഞ്ഞ് ഞാനുടനെ കാർഡേ ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. നിങ്ങൾ എൻ്റെ അമ്മേണ ചിറ്റമ്മേണെന്നൊന്നും ചോദിക്കത്തില്ല. ആ കാർഡ് എടുക്കാൻ പറയും. അതാരോടും ചോദിക്കും. അതിപ്പോൾ പിണറായി വിജയൻ സാർ വന്ന് ഉടമ്പടി ചെയ്താൽ ഞാൻ കാർഡേ ചോദിക്കത്തുള്ളൂ. കാർഡ് ചോദിക്കും. അതാണ് ബന്ധമെന്ന് പറയണത്. കാർഡ് നോക്കും, അത് പുതുക്കിയതാണ്, അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പത്രത്തിൻ്റെ കാർഡ് ഉണ്ടാകുന്ന നോക്കും. കാർഡ് ഉടനെ നിങ്ങൾ കണ്ടിട്ടില്ലേ, കണ്ട ഉടനെ കൈയിട്ടിട്ട് മടക്കി വെച്ചിരിക്കുന്ന ഓരോ പത്രത്തിൻ്റെ കാർഡ് എടുത്തിട്ട് ഡിസംബർ ഉണ്ടാ ജനുവരി ഉണ്ടാ നോക്കും. പ്രേക്ഷിത പ്രവർത്തനം നടക്കുന്നുണ്ടാന്ന് നോക്കണം. കാര്യം നമുക്ക് അമ്മയുടെ സ്വഭാവമാണ്. അമ്മ എന്ത് ചെയ്ത് ലോകത്തിന് ഈശോനെ കൊടുക്കുക. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ ആൾക്കാർ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് അവിടുന്ന് പത്രം കിട്ടി, ഇവിടുന്ന് പത്രം കിട്ടിയെന്നല്ലേ പറഞ്ഞത്, അല്ലേ? അവരൊക്കെ രക്ഷപ്പെട്ട് ഈ ആൾക്കാരെ കയറിയത് എങ്ങനെയാണ്? ഈ പത്രമാണ് കൊണ്ടുവന്ന് അവരെ കയറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നത് ആരെയാണ്? അമ്മയാണ് നിങ്ങൾ കൊടുക്കണത്. നിങ്ങൾ പത്രമല്ല കൊടുക്കണത്. ശരിക്കും പറഞ്ഞാൽ ഒരാത്മാവിനെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഈ കാലത്തെ ഏറ്റവും വലിയ പദ്ധതിയാണ് കൃപാസന. അതിൽ കാണുമ്പോൾ എത്ര ചീഞ്ഞ അവസ്ഥയിലാണെങ്കിലും അവർക്കറിയാം ഈ മണ്ണിൽ കാല് കുത്തിയ അമ്മ ആ വിഷയത്തിൽ ഇടപെടുമെന്ന്. അത് നിങ്ങൾക്ക് എത്ര 100 കൊടുത്താലും ആ 100 പേരും നിങ്ങളുടെ പേരിൽ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചെയ്ത പ്രവർത്തനമാണ്. നിങ്ങളുടെ പത്രത്തിൻ്റെ കാർഡ് വെച്ച് പിന്നെ തമ്പുരാനായിട്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ മതി. അല്ല നിങ്ങളെ പൊട്ട മനുഷ്യരെ പോലെ ഞാൻ ഇത്രയും പത്രത്തിൻ്റെ പ്രവർത്തനം ചെയ്തിട്ട് എൻ്റെ മകളെ കെട്ടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നക്കാപ്പിച്ച വർത്തമാനങ്ങൾ പറയരുത്. അത് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ പത്രം വെച്ച് അളക്കണ പോലെ ഇരിക്കും. അതൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു കാര്യവും മിണ്ടണ്ടെന്ന് അച്ഛൻ്റെ അഭിപ്രായം. അമ്മ മിണ്ടാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പറയണത്. കാര്യം ദൈവം എപ്പോഴായാലും നീ ചോദിക്കുന്നതിൻ്റെ 10 ഇരട്ടി ചെയ്യണ ആളാണ്. ആ അമ്മച്ചി സാക്ഷ്യം വെച്ച് 55 കൊല്ലം കുടിക്കുന്ന ആൾ ഇപ്പം 5 പൈസ കുറഞ്ഞെന്നൊക്കെ പറഞ്ഞില്ലേ? നിങ്ങൾ കേൾക്കണ്ടേ ആ സാക്ഷിയൊക്കെ? 55 കൊല്ലം കുടിച്ചപ്പോൾ മിക്കവാറും ആ കുരങ്ങിനെപ്പോലെ ചാകേണ്ട സംഭവമാണത്. അപ്പോൾ സംഭവമാണ് 1 സെക്കൻഡ് കൊണ്ട് 5 പൈസ കുറഞ്ഞെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ വലിയ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം അമ്മ എന്തോ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കണമെന്ന്. കാര്യം ക്ലോക്കല്ലേ നെഞ്ചത്ത് വെച്ച് പ്രത്യക്ഷപ്പെടണത്. അതൊരു അപൂർവ സാധനമായതുകൊണ്ട് സഭ ഇത് പഠിക്കണവരെ ഈ വിഷയം ഇങ്ങനെ തുടരും. അത് കഴിഞ്ഞും തുടരും. കാര്യം ഇങ്ങനെ ഞാൻ തന്നെ ഇപ്പോൾ അത്ഭുതത്തിലാണ് ജീവിക്കുന്നത്, പേടിച്ചിട്ട്. പേടിയുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല എന്ന് ഓർക്കുമ്പോഴുള്ള ഒരു ഭയവും വിസ്മയവുമുണ്ട്. അമ്മ പ്രത്യക്ഷപ്പെട്ട് അത് ഔദ്യോഗികമായി പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കിട്ടി, പിന്നെ ഉടമ്പടി പ്രാർത്ഥന കിട്ടി. ഉടമ്പടി എടുത്തവരെല്ലാം വലിയ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണ പോലെ വരും. അപ്പം അതങ്ങനെ വരുമ്പോൾ ഇത് ഒരു ജസ്റ്റ്
എപ്പോഴും മക്കൾ പ്രാർത്ഥിക്കേണ്ട ദൈവമേ, അച്ഛൻ്റെ പ്രഭാഷണം എപ്പോഴും മക്കൾ കേട്ടുകൊണ്ടിരിക്കണം. എൻ്റെ പ്രസംഗം കേട്ട് നിങ്ങൾ ഉറങ്ങണമെന്നല്ല ഞാൻ പറയണത്. ഞാൻ പറയുന്നതിൻ്റെ കാര്യം എനിക്ക് പോലും ഇത് പുതിയ കാര്യമാണ്. അതുകൊണ്ട് ഓരോ ആഴ്ചയിലും ഓരോ കാര്യമാണ് അമ്മ ഉടമ്പടിയെക്കുറിച്ച് പറയണത്. ഞാൻ തന്നെത്താൻ കൊണ്ടുപോയി പുസ്തകത്തെ എഴുതി വെക്കുകയാണ്. നമുക്കറിയത്തില്ലല്ലോ, പുതിയ പ്രാർത്ഥനയല്ലേ ഇത്. അപ്പോൾ ആ ഉടമ്പടിയുടെ ഓരോ ആക്ടിവേഷൻ, അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണത്, അതിൻ്റെ ഡൈനാമിസം എന്താണെന്ന് ഓരോ സമയത്തും പുതിയ പുതിയ കാര്യങ്ങൾ പറയും. ആറ് പ്രാർത്ഥന എന്താണെന്ന് നമുക്കറിയത്തില്ല. ഞാറ് പ്രാർത്ഥന നടത്താൻ നമ്മളോട് പറഞ്ഞു. ഇന്ന് മെനയെന്നാണ് പറയണത് 6 കാര്യം എഴുതിയിട്ടിരിക്കണ കൊണ്ടാണ് 6 പ്രാർത്ഥന കൂടേണ്ടി വരണതെന്ന്. അപ്പോൾ അത് പുതിയ കാര്യമാണ്. എത്രയോ പേര് പുതിയ കാര്യമാണ്. അപ്പോഴാണ് ഞാൻ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാർത്ഥന ഇവിടെ കൂടിയിട്ട് ബാക്കി കമ്പൽസറി ആയിട്ട് ഫേസ്ബുക്കിൽ കൂടണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഈ വിഷയം എങ്ങനെ, അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ഉടമ്പടി എങ്ങനെ ആക്ടിവേറ്റ്. ഇപ്പോൾ തന്നെ പറഞ്ഞാൽ എന്താ, ഉടമ്പടി സ്വർഗത്തെ താഴെ ഇറക്കും, പക്ഷേ സ്വർഗത്തിനെ തുറക്കാനുള്ള താക്കോലുണ്ട്. ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കണം. എത്ര സഹന സാഹചര്യമായാലും സ്നേഹം കൊണ്ട് സഹനത്തെ അതിജീവിക്കണം. അങ്ങനെയുള്ള ദിവ്യപ്രബോധനങ്ങളൊക്കെ എനിക്ക് പോലും അറിയാതെ, ഞാൻ പഠിച്ചിട്ട് പറയണമല്ല ഇത്, ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പം അമ്മ ആന്തരിക ബോധ്യം തന്നിട്ട് വചനം ലിങ്ക് ചെയ്ത് തരും. വചനം ലിങ്ക് ചെയ്ത് തരുമ്പോഴാണ് നമുക്ക് ആ മെസ്സേജ് ആകണത്. അതുകൊണ്ടാണ് ആ പ്രബോധനം നിങ്ങൾ കേൾക്കണമെന്നും പഠിക്കണമെന്നും മറ്റുള്ളവരോട് വചനം പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ മാത്രം അനുഭവിച്ച് പോയാൽ പറ്റത്തില്ല. നിങ്ങൾ ആ വചനം കേട്ടിട്ട് മറ്റുള്ളവരോട് പറയണം. വചനം പറയാൻ നിങ്ങൾ പറയണം, അമ്മേ എനിക്ക് വചനം പറഞ്ഞു കൊടുത്ത ആൾക്കാരെ ദൈവ ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ അതിനു വേണ്ടി കുറേ കൃപ തരുമ്പോൾ അതിൻ്റെ കൂടെ നിൻ്റെ മകളുടെ കല്യാണവും മക്കളില്ലാത്തവർക്ക് മക്കൾ, വീടില്ലാത്തവർക്ക് വീടൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കാര്യങ്ങളാണത്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണമെന്നാണ് അച്ഛൻ്റെ എളിയ അപേക്ഷ. ഹിന്ദി പത്രം ഇറങ്ങിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇനി അടുത്ത മാസം തെലുങ്കും കന്നഡയും വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഹിന്ദി പത്രമുണ്ട്, ഇംഗ്ലീഷ് പത്രമുണ്ട്. ഇതാണ് ഹിന്ദി പത്രം. മലയാളത്തിനേക്കാൾ പേജ് കുറവാണ്, പക്ഷേ സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും വലിയ സാക്ഷ്യങ്ങൾ ഒന്നിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല പേപ്പറൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ തമിഴ് പത്രമുണ്ട്. തമിഴ് പത്രം ഇത് എന്തിനാണ്, രാജ്യം വിട്ട് പോകുന്നവർ. പിന്നെ ഇംഗ്ലീഷ് പത്രമുണ്ട്. ഈ പത്രമെല്ലാം നമ്മളെ വെഞ്ചരിച്ചിരിക്കുകയാണ്, ഇപ്പോഴും വെഞ്ചരിക്കും. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ബ്ലെസ്സിങ്സ് ഉണ്ട്. കുട്ടികൾ അവരുടെ സ്കൂൾ ബാഗ് വെച്ചുകൊണ്ട് പോകുന്നതാണ് ബ്ലെസ്സിങ്സ്. ഇതെല്ലാം ഓഫീസിൽ ഉണ്ട്. നിങ്ങൾ നാട് വിട്ട് പോകുന്നവരും രാജ്യം വിട്ട് പോകുന്നവരും ഒക്കെ അതാത് ഭാഷകളിലുള്ള, ഇപ്പോൾ ഹിന്ദി തമിഴ്നാട് കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ പിന്നെ എല്ലായിടത്തും ഹിന്ദി വർക്കൗട്ട് ചെയ്യണതാണ്. അതുകൊണ്ട് ഹിന്ദിയുടെ പ്രേക്ഷിതരായി മാറണം നിങ്ങൾ. ഇംഗ്ലീഷ് പത്രമുണ്ട്. എന്ത് പത്രം മേടിച്ചാലും കൃപാസനം കാർഡ് വാങ്ങിക്കാൻ നോക്കണം. അതായത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കൂപ്പൺ മേടിച്ച് സീൽ ചെയ്തത് നമ്പർ വാങ്ങിച്ച് വെക്കണം. അതുപോലെ നിങ്ങൾ ആ നമ്പർ തരുമ്പോൾ നോക്കണം. കാര്യം ഇന്നത്തെ ഡേറ്റ് തന്നെയാണെന്ന് നോക്കണം. ഡേറ്റൊക്കെ തിരിച്ച് നിങ്ങൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ ഞങ്ങൾ ഡേറ്റ് നോക്കും. നിങ്ങൾ ഡേറ്റ് നോക്കാതെ എടുത്തു കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ കഴിഞ്ഞ മാസം അടിച്ചു വെച്ചേക്കോ അതിൻ്റെ അകത്ത്. അങ്ങനെ 2-3 കേസ് വന്നിപ്പോൾ കഴിഞ്ഞ മാസത്തെ അടിച്ചു വെച്ച്. അപ്പോൾ ഈ മാസത്തെ ചീട്ട് അവിടെ ഇല്ല, പിന്നെ അത് വലിയ പുലിവാലായി മാറും. അപ്പം അങ്ങനെ അത് കാര്യം കൗൺസിലിംഗ് വരുമ്പോൾ എല്ലാം നോക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കൾ അത് അപ്ഡേറ്റ് ചെയ്ത് വെക്കണം. തന്നെയല്ല പത്രം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സുവിശേഷ വേല. ആത്മാക്കളെ വീണ്ടെടുക്കുന്നതും ദൈവത്തെ കൊടുക്കണ പോലെയാണത്. അതുകൊണ്ട് എൻ്റെ മക്കൾ പ്രാർത്ഥിച്ചാണത് കൊടുക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഞാൻ കൊടുക്കുന്ന പത്രം വായിച്ച് ഒത്തിരി പേര് ദൈവത്തെ അറിയാനും സുഖപ്പെടാനും ഇടയാക്കണമെന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഒറ്റടിക്ക് കൊണ്ടുപോയി വിതരണം ചെയ്ത് പോരരുത്. പള്ളിക്ക് കൊണ്ടുപോയി ഒന്ന് വെക്കുകയും ചെയ്യരുത്. വെള്ളം അടിക്കണ കപ്പേരന്മാർ പള്ളിയിലുണ്ട്, അവരുടെ അടുത്ത് കത്തിച്ച് കളയും. പിശാച് എങ്ങനെയും പ്രവർത്തിക്കാമല്ല. അപ്പം അതുകൊണ്ട് ഒരു കാശം പള്ളിയിൽ കൊണ്ടേ കൊടുക്കരുത്. പള്ളിയിൽ കൊണ്ടേ കൊടുക്കാൻ നിങ്ങൾ തന്നെ അത് ആൾക്കാരെ കണ്ടെത്തി പ്രാർത്ഥിച്ച് വിതരണം ചെയ്യും. ഒറ്റടി കൊടുക്കണ്ട. 10, ഒരു ദിവസം 5, ഒരു ദിവസം 10 അങ്ങനെ കൊടുത്താൽ മതി. അത് പ്രാർത്ഥിച്ച് കൊടുക്കണമെന്ന് അച്ഛൻ പ്രത്യേകം ഒരിക്കൽ കൂടി പറയുക. നേശ്വാസം ഉയർത്തിപ്പിടിക്കുക. മരിയൻ തപസ്സിന് വ്യത്യാസമുണ്ട്. മരിയൻ തപസ് അടുത്ത മാസം ജനുവരി മാസം 3-ാം ചൊവ്വാഴ്ചയാണ് നടക്കുന്നത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. മരിയൻ തപസ്
അടുത്ത മാസം 3-ാം ചൊവ്വാഴ്ചയാണ് ആരംഭിക്കുന്നത്, 2-ാം ചൊവ്വാഴ്ചയല്ല. നേരത്തെ വസ്തു ഉയർത്തിപ്പിടിക്കുക. സ്തുതിയുടെ ഹല്ലേലൂയ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out His Spirit, the fire of God, soak with the precious, and with the authority of the Catholic Church, with the power of Jesus Christ, with the miracles of the Holy Priesthood, I bless and hallow this lyrics, those used in my grace and peace and power. സമാപന ആശീർവാദമാണ്. അപ്പോഴും നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. നിങ്ങളുടെ സ്വർണം, ആഭരണങ്ങളെല്ലാം, പേഴ്സെല്ലാം സ്വന്തമായി വളരെ കരുതലോടെ സൂക്ഷിക്കണം. നഷ്ടപ്പെടാനിടയാക്കരുത്. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നിങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നിങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ